നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ചെഴുതിയ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വെളിച്ചം കാണാതിരിക്കാൻ പഠിച്ച പണി 18 പയറ്റുന്നവർക്ക് പിന്നിൽ ആരാണ്? 4 വർഷം പൂഴ്ത്തിവെച്ച റിപ്പോർട്ട് സർക്കാർ പൂർണ്ണ രീതിയിലല്ലെങ്കിൽ പോലും പുറത്തുവിടാനിരിക്കെയാണ് എതിർപ്പുമായി ഹൈക്കോടതിയിൽ ഹർജി വന്നത്. ആ ഹർജി ഹൈക്കോടതി ഇന്ന് തള്ളിയതോടെ സർക്കാരിന് മുന്നിൽ നിലവിൽ തടസ്സമില്ല. പല കാരണങ്ങൾ പറഞ്ഞ് റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കാൻ സർക്കാർ നടത്തിയ നീക്കങ്ങൾ ആരെ സംരക്ഷിക്കാനായിരുന്നു? ശുപാർശകൾ നടപ്പിലാക്കാൻ തടസ്സമില്ലാതിരിക്കെ വീണ്ടും പഠിക്കാൻ സമിതിയെ വെച്ച് നീട്ടിയത് എന്തിനാണ്? 1 കോടിയോളം മുടക്കി പഠനം നടത്തിയിട്ടും മലയാള സിനിമയിലെ കറുത്ത ശക്തികളെ തുറന്നു കാട്ടാനാകാതെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഒടുവിൽ പുറത്തു വരുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ആരാണ് റിപ്പോർട്ടിനെ ഭയന്നവർ? പ്രൈം ഡിബേറ്റിൽ WCCയെ പ്രതിനിധീകരിച്ച് ആശ ആച്ചി ജോസഫ്, അഡ്വക്കേറ്റ് TB മിനി, സംവിധായകൻ ബിനു കിരിയത്ത്, സാമൂഹ്യ നിരീക്ഷകൻ രാഹുൽ ഈശ്വർ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ ബിനു കിരിയത്ത്, ഇതിപ്പോൾ എന്തായാലും പൂർണ്ണമായ രീതിയിലല്ല ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരാനിരിക്കുന്നത്. അതിൽ വിവരാവകാശ കമ്മീഷൻ പുറത്തു വരട്ടെ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിൽ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതിൽ ഈ സ്വകാര്യതയെ ബാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പുറത്തു വിടരുത് എന്ന് അത് കൃത്യമായി ഖണ്ഡിക തിരിച്ച് തന്നെ കമ്മീഷൻ പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ അത് ഹൈക്കോടതിയിൽ വന്നപ്പോൾ ഹൈക്കോടതി റിപ്പോർട്ട് പുറത്തു വരട്ടെ എന്ന് പറഞ്ഞപ്പോഴും വിവരാവകാശ കമ്മീഷൻ്റെ ആ നിർദ്ദേശങ്ങളെ അത് ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അതായത് റിപ്പോർട്ട് എന്തായാലും പൂർണ്ണമായ രീതിയിലായിരിക്കില്ല പുറത്തു വരുന്നത്. താങ്കളുടെ ഒരു നിലപാട് എങ്ങനെയാണ്? ഇതിൽ ഇനിയിപ്പോൾ സർക്കാർ പുറത്തുവിടാൻ പോകുന്ന റിപ്പോർട്ട് ആ രീതിയിൽ തന്നെ ഇപ്പോൾ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞ രീതിയിൽ തന്നെ പുറത്തു വന്നാൽ മതി എന്നാണോ, അതല്ല പൂർണ്ണമായ രീതിയിൽ പുറത്തു വരാതെ ഇതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നാണോ? ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് WCC ഇറങ്ങി തിരിച്ചപ്പോൾ അവർക്കതിൻ്റെ ഒരു ഉദ്ദേശമുള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു കമ്മിറ്റിയെ തന്നെ നിയോഗിച്ചത്. അത് പുറത്തു വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ. ഇല്ലെങ്കിൽ പിന്നെ എന്തിനായിരുന്നു ഈ ഇത്രയും വർഷം ഈ ശാരദാമ്മയെ പോലെ ഒരു നടിയെ വരെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തതിന് ശേഷം അത് പുറത്തു വയ്ക്കാതെ വിടാനായിരുന്നെങ്കിൽ ഈ കോടികൾ മുടക്കിയത് എന്തിനാണ് എന്നുള്ള ഒരു ചെറിയ ചോദ്യം ഒരു ചലച്ചിത്ര പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എനിക്കുണ്ട്. കാരണം ഞാനും അതിലെ ഒരംഗമാണ്. അപ്പോൾ ഇത് പലരെയും സംശയത്തിൻ്റെ ഇതിൽ മുൾമുനയിൽ നിർത്തുകയാണ്. അപ്പോൾ എന്തിനാണ് അങ്ങനെ എന്നുള്ളതാണ്. ആരെയും ഭയക്കേണ്ട കാര്യമില്ലല്ലോ. തെറ്റുകൾ തിരുത്തപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഉന്നതനില്ല ഭൂമിയിൽ, എല്ലാവരും സമം തന്നെയാണ്. അപ്പോൾ അതിനകത്ത് ഇത് ഒരു പക്ഷേ സിനിമാ മേഖല അല്ല എന്ന് വെച്ചോളൂ, മറ്റേതെങ്കിലും ഒരു പ്രസ്ഥാനത്തിനകത്താണ് ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ ഇതൊക്കെ എന്നേ പുറത്ത് വന്നേനെ ഇല്ലേ. അപ്പോൾ നമ്മൾ പത്രം എടുത്തു നോക്കിയാൽ എത്രയോ കൊലപാതകങ്ങളും എത്രയോ പീഡനങ്ങളുടെ ആൾക്കാരുടെ പേരും വിലാസവും ജാതകവും വരെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്താണ് സിനിമാക്കാരുടെ ആയതുകൊണ്ടാണോ, അങ്ങനെ ഉണ്ടോ നമ്മുടെ, അത് വേണമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം. എല്ലാവരും നിയമത്തിൻ്റെ മുമ്പിൽ എനിക്കിതിനകത്ത് ഇപ്പോൾ വിവരാവകാശ കമ്മീഷൻ ഈ റിപ്പോർട്ട് പുറത്തു വരട്ടെ എന്ന് സർക്കാർ നിർദ്ദേശം കൊടുക്കുന്നത് വരെയുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നുവല്ലോ. ആ സമയത്തൊക്കെ സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നത് പല കാരണങ്ങളാണ്. അന്ന് മന്ത്രിമാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ ഇടയ്ക്ക് ഒരു മന്ത്രി പറയുന്നത് ആ സമയത്ത് കേട്ടിരുന്നു, WCC തന്നെ പറഞ്ഞിട്ടുണ്ട് പൂർണ്ണമായ വിവരങ്ങൾ പുറത്തുവിടരുത്, ഈ മൊഴി കൊടുത്ത ആളുകളുടെ സ്വകാര്യതയെ മാനിക്കണം എന്ന്. പിന്നെ അതിൽ ജസ്റ്റിസ് ഹേമ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം മന്ത്രിമാർ ആ കാലയളവിൽ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഒന്നിനും ഒരു വ്യക്തമായ ഒരു കാരണമില്ലായിരുന്നു എന്തുകൊണ്ടാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട്, അതും ഇത്രയും ബൃഹത്തായി തന്നെ ഈ കാര്യങ്ങൾ മലയാള സിനിമയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പഠിച്ച്, അത് ഒരു രംഗത്ത് മാത്രമല്ലല്ലോ, സിനിമയിലെ എല്ലാ മേഖലയിലെയും വനിതകളുടെ പ്രശ്നങ്ങൾ ഹേമ കമ്മീഷൻ പഠിച്ചതാണ്. കൃത്യമായിട്ട് മൊഴികൾ ഓരോ മേഖലയിലെയും വനിതകളുടെയും നിന്നും ഇല്ലേ, എല്ലാ വിഭാഗം ആളുകളുടെയും നിന്നും സ്വരൂപിച്ചതാണ്. എന്നിട്ടും ആ റിപ്പോർട്ട് വെളിച്ചം കാണാതിരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ തന്നെ കൂട്ടുനിന്നു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അത് ഞാൻ പറഞ്ഞത് ഈ 2019 ഡിസംബർ 31 റിപ്പോർട്ട് സർക്കാരിന് കിട്ടിയത് മുതലുള്ള കാലഘട്ടത്തെയാണ്. തീർച്ചയായിട്ടും ഈ ഇത്രയും വർഷത്തിനകത്ത് അതിനുശേഷവും എത്രത്തോളം പരാതികൾ സിനിമയിൽ നിന്നുണ്ടായി നമുക്കറിയാമല്ലോ. അതിനുശേഷവും ഒരുപാട് നിർമ്മാതാക്കൾക്കെതിരെയും സംവിധായകർക്കെതിരെയൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇഷ്യൂസ് വീണ്ടും ഉണ്ടായത് ഈ കാലതാമസം കൊണ്ടാണ്. അപ്പോൾ ഇത് പുറത്ത് വിടാതിരുന്നു കഴിഞ്ഞാൽ എന്താണ് ആകെപ്പാടെ വെളിയിൽ വിടാൻ പോകുന്നത്? ആ സിനിമയിൽ ഇന്ന കാര്യങ്ങളാണ്, അത് ജനങ്ങൾക്ക് പകൽ പോലെ അറിയാമെന്നുള്ള കാര്യമല്ലേ. ഇവിടെ അറിയേണ്ടത് ആരൊക്കെ അതിനകത്തുണ്ട്, എന്താണ് ഇതിനകത്തുള്ളത്, അതിന് എന്താണ് ഒരു സൊല്യൂഷൻ. ഇപ്പോൾ ഇതിന് സൊല്യൂഷൻ ഉണ്ടാവില്ല ഇപ്പോൾ പുറത്ത് വിട്ടാലും. കാരണം ശിക്ഷിക്കപ്പെടണ്ടേ,
കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം എന്നാണല്ലോ നമ്മുടെ നിയമം പറയുന്നത്. ഇനി ഇത് സിനിമ എന്നുള്ളത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എന്നേ അവരൊക്കെ ശിക്ഷിക്കപ്പെടുമായിരുന്നു. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ്. വിജയ് ബാബു എന്ന് പറയുന്ന നിർമ്മാതാവ് നടൻ്റെ ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്കും എല്ലാ വനിതാ സംഘടനകൾ ഉൾപ്പെടെ വിജയ് ബാബുവിനെതിരായിട്ട് നിന്നതാണ്. ഇവിടെ ഇപ്പോൾ വനിതാ കമ്മീഷൻ എനിക്ക് തോന്നുന്നു ഇടപെട്ടിട്ടുണ്ട്. അവർ പറയുന്നത് പുറത്ത് വിടണം എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇതേ വനിതാ കമ്മീഷൻ തന്നെ ഈ ഇത്രയും വർഷങ്ങൾ ഈ റിപ്പോർട്ട് വെളിച്ചം കാണാതെ സംസ്ഥാന സർക്കാരിൻ്റെ പക്കൽ ഇരിക്കുന്ന സമയത്ത് എത്രമാത്രം നടപടികൾ എടുത്തു, എങ്ങനെ മുന്നോട്ട് വന്നു എന്നതിനെക്കുറിച്ചും ആ സമയത്തെ കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും. ഒടുവിൽ വിവരാവകാശ കമ്മീഷൻ ഇങ്ങനെ നിർദ്ദേശം കൊടുത്തപ്പോൾ മാത്രമാണ് ഈ റിപ്പോർട്ട് വെളിച്ചം കാണുവാനുള്ള ഒരു അവസരം ഉണ്ടായത്. അതാണ് ഞാൻ പറഞ്ഞത്, പല പല കാരണങ്ങൾ സർക്കാർ അന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. അഡ്വക്കേറ്റ് ടി.ബി. മിനി, താങ്കൾ പൂർണ്ണ തൃപ്തയാണോ? ഈ രീതിയിലെങ്കിലും പുറത്തു വരാൻ പോവുകയാണ് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇനിയും അതിൽ അപ്പീൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സിംഗിൾ ജഡ്ജിയുടെ ഉത്തരവാണല്ലോ, അതുകൊണ്ട് ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയാൽ അങ്ങനെ വന്നേക്കാം. താങ്കൾ എങ്ങനെയാണ് ഇപ്പോൾ താങ്കളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? ഇത് നന്നായി ഈ സമയത്ത് എന്നാണോ? നമ്മൾ ചെറിയ രീതിയിലെങ്കിലും ആ റിപ്പോർട്ട് പുറത്തു വരിക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ്. അതായത് ഇപ്പൊ ഈ ജഡ്ജ്മെന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതിന്റെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ഹേമ കമ്മിറ്റിക്ക് കൊടുത്തിരിക്കുന്ന റഫറൻസ്, അതാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതായത് സിനിമാ മേഖലയിൽ പണിയെടുക്കുന്ന സ്ത്രീകൾ, അവര് പഴയ സിനിമാ മേഖലയല്ല. അവിടെ ഡയറക്ടേഴ്സ് ഉണ്ട്, ക്യാമറമാൻമാരുണ്ട്, ക്യാമറ വിമൻസ് ഉണ്ട്, അതുപോലെ തന്നെ ട്രോള് ചെയ്യുന്ന ആളുകളുണ്ട്, മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട്. അങ്ങനെ സിനിമയിലെ വിവിധ മേഖലകളിൽ അഭിനയ രംഗത്തും സ്ത്രീകളുണ്ട്. ഇവിടെ അഭിനയ രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന ചില പേഴ്സണൽ ഹരാസ്മെന്റുകളോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ കൂടുതൽ എക്സാഗറേറ്റ് ചെയ്ത് പറയാം. ആ കോടതി വിധിയിൽ ഞാൻ നേരത്തെ ഉച്ചയ്ക്ക് പറഞ്ഞ പോലെ തന്നെ മഞ്ജുഷ കൃത്യമായി കോടതി പറയുന്നുണ്ട് എന്താണ് ഈ പരാതിക്കാരന്റെ ലോക്കസ് സ്റ്റാൻഡി, എന്താണ് അയാൾക്ക് ഈ കേസ് കൊടുക്കാനുള്ള റൈറ്റ്, ആ റൈറ്റ് ഇല്ല, അതുകൊണ്ടാണ് ഈ കേസ് ഡിസ്മിസ് ചെയ്യുന്നതെന്നാണ്. അപ്പോ ഈ പരാതിക്കാരൻ എന്തിനാണ് ഭയപ്പെടുന്നത്? അദ്ദേഹം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കണ്ടിട്ടില്ല. ഇദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും ആളുകളെ പീഡിപ്പിച്ചു എന്നോ ഹരാസ് ചെയ്തു എന്നോ പറഞ്ഞൊരു പരാതി ഉണ്ടോ എന്ന് അദ്ദേഹത്തിന് അറിയില്ല. ഇനി അദ്ദേഹം ആരുടെയെങ്കിലും സ്വാധീനത്തിന് വിധേയമായി കേസ് കൊടുത്തതാണെങ്കിൽ അവരുടെയും ഈ റിപ്പോർട്ടിൽ എന്തെങ്കിലും ഉണ്ടോ എന്നറിയില്ല. ഞാൻ അതിമുതൽ സംശയിക്കുന്ന ഒരു കാര്യം, ഒന്നുകിൽ ഈ പരാതിക്കാരൻ ഏതെങ്കിലും ഒരു മൈനർ ആയിട്ടുള്ള പെൺകുട്ടികളെ ഈ സിനിമാ മേഖലയിൽ പീഡിപ്പിക്കുകയോ അല്ലെങ്കിൽ സ്ത്രീകളെ ഹരാസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇദ്ദേഹം ആർക്കു വേണ്ടിയാണോ കൊടുത്തത് അവര് അങ്ങനെ ചെയ്യുകയോ ചെയ്തതുകൊണ്ട് ഒരു ഉൾഭയം, നിങ്ങളുടെ ഹെഡിങ് പോലെ തന്നെ ഉൾഭയം അദ്ദേഹത്തിന് ഉണ്ടാവും, അദ്ദേഹത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കും ഉണ്ടാവും. ഞാൻ നേരത്തെ മഞ്ജുഷ് പറഞ്ഞതുകൊണ്ട് ഞാൻ യോജിക്കുകയാണ്. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഇത്ര കാലമായിട്ടും ഈ റിപ്പോർട്ട് സ്വീകരിച്ച് അതിന്റെ മേലെ നടപടി എടുത്തില്ല എന്ന് പറയുന്നത് കുറ്റകരമായ അനാസ്ഥയാണ്. അത് ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു സർക്കാർ എടുക്കാൻ പാടില്ല. അതിന്റെ പ്രശ്നം ഈ ഇത്തരം കാര്യങ്ങളിൽ ഇരിക്കുന്ന ആളുകള് അവരെത്രമാത്രം പുരുഷാധിപത്യപരവും അവരെത്രമാത്രം തൊഴിലാളി വിരുദ്ധവും സ്ത്രീകളുടെ ജനാധിപത്യപരമായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ളതും ജനാധിപത്യപരവുമായിട്ടുള്ള അവകാശങ്ങളെ നിഷേധിക്കുന്നതും അവരതിനോട് കെയർലെസ് ആയതുകൊണ്ടാണ് ആ റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നത്. വനിതാ കമ്മീഷന്റെ കാര്യം പറഞ്ഞു, വേണ്ട രീതിയിൽ വനിതാ കമ്മീഷൻ ഇടപെട്ടു എന്ന അഭിപ്രായം എനിക്കില്ല. ഇപ്പോൾ കേസ് വന്നപ്പോൾ അതിൽ കക്ഷി ചേർന്ന് അതിൽ അവരുടെ സ്റ്റാൻഡ് പറയുകയും നേരത്തെ കേസ് കൊടുക്കാൻ അവരൊരു ഇനീഷ്യേറ്റീവ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഈ കാലഘട്ടത്തിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിനുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു സമ്മർദ്ദം നടത്താൻ വനിതാ കമ്മീഷൻ പരാജയപ്പെട്ടു. ഈ റിപ്പോർട്ട് ഇപ്പൊ ഈ ജേർണലിസ്റ്റ് ഒരു വിവരാവകാശം പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ അപ്പോഴും ഈ റിപ്പോർട്ട് പുറത്തു വരില്ല എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ആ കമ്മീഷന് കൊടുത്ത റെഫറൻസിൽ നിങ്ങൾ മനസ്സിലാക്കണം. ചില ആളുകൾ പറയുന്നത്
സിനിമ തുടങ്ങിയ കാലം മുതൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഹരാസ്മെന്റ് ഉണ്ട്, ശരിയാണ്. അതിൽ ഈ സമൂഹം, പ്രത്യേകിച്ച് കേരള സമൂഹം, ഒരു ന്യൂ ജനറേഷൻ തൊഴിലാളി വിഭാഗത്തിന്റെ വളർച്ചയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ വളരെ കൂടുതലാണ്. എല്ലാ മേഖലയിലും അവരവരുടേതായിട്ടുള്ള വ്യക്തിത്വം, ഇന്റഗ്രിറ്റി, അതുപോലുള്ള കാര്യങ്ങൾ കേരളത്തിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സിനിമാ മേഖലയിലും നടനം മാത്രമല്ല എല്ലാ മേഖലയിലും അവരുണ്ട് എന്നത് മനസ്സിലാക്കണം. അവിടെ 1800 നിയമങ്ങൾ തൊഴിലാളികളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വന്ന ഒരു കേരളത്തിൽ ഈ മേഖലയിലെ എല്ലാ തൊഴിലാളികളും, സ്ത്രീകൾ അടക്കമുള്ളവര് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു നിയമം വരണം. ആ നിയമത്തിന് ഗുണകരമാകുന്ന രീതിയിലാണ് ഈ കമ്മീഷൻ റിപ്പോർട്ട് സ്വീകരിക്കേണ്ടത്. ശരി ശരി അഡ്വക്കേറ്റ് ടി വി മിനി, ഈ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വിടാതെ തന്നെ സർക്കാരിന് അല്ലല്ല ഈ ശുപാർശകളിന്മേൽ വേണമെങ്കിൽ നടപടികൾ എടുക്കാമായിരുന്നു. അതിനുവേണ്ടി വീണ്ടും ഒരു പഠനത്തിന് വേണ്ടി സമിതിയെ നിയോഗിക്കുകയാണ് ചെയ്തത്. എന്താണ് രാഹുൽ അതിൽ എതിർപ്പുണ്ടോ? അല്ല, രണ്ട് കാര്യങ്ങളുണ്ട് ഇവിടെ. ഒന്ന്, നമ്മൾ പറയുമ്പോൾ മാറ്റി മാറ്റി പറയുമെങ്കിലും ജസ്റ്റിസ് ഹേമ ഒരു കമ്മീഷൻ അല്ല, അതൊരു കമ്മിറ്റിയാണ്. അതായത് കമ്മീഷനും കമ്മിറ്റിയും തമ്മിൽ നിയമത്തിൽ പല വ്യത്യാസങ്ങളും ഉണ്ട്. ഒന്ന്, കമ്മീഷന്റെ സ്കോപ്പ് കുറച്ചുകൂടെ ലാർജർ ആണ്, കമ്മീഷന്റെ പവേഴ്സ് കുറച്ചുകൂടെ അധികമാണ്. കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, കുറെ കൂടി സ്പെസിഫിക് പർപ്പസിന്റെയോ എൻക്വയറിക്ക് വേണ്ടിയോ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്ന കാര്യങ്ങളിലൊന്നാണ്. പക്ഷെ ഉദ്ദേശശുദ്ധിയോടെ തന്നെയാണ് ഇത് ചെയ്തതെന്ന് എല്ലാവർക്കും നമുക്കറിയാം. മിനി മാഡത്തോട് ഞങ്ങൾ ഡിബേറ്റ് ഇരിക്കുന്നതിൽ 99% വിയോജിക്കുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഈ കാര്യത്തിൽ മാഡത്തിന്റെ ഉദ്ദേശശുദ്ധിയും അല്ലെങ്കിൽ ഈ കാര്യം മുമ്പോട്ട് പോകേണ്ട ആവശ്യകത ഒരുപക്ഷെ എല്ലാവർക്കും ബോധ്യമുണ്ട്. അവിടെ രണ്ട് ചെക്ക് ആൻഡ് ബാലൻസസിന്റെ ആവശ്യമുണ്ട്. ഞാൻ ഒരു ഉദാഹരണം വെച്ച് തന്നെ പറയാം. ഈ റിപ്പോർട്ടിൽ നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ മതി. മഞ്ജുഷിനെതിരെയോ എനിക്കെതിരെയോ പരാമർശം ഉണ്ടെന്നിരിക്കട്ടെ. നമ്മൾ രണ്ട് സിനിമാ മേഖലയിൽ ഇല്ലാത്തതുകൊണ്ടാണ് കോൺഫിഡന്റ് ആയ പേര് പറയുന്നത്, വേറെ ആരുടെയും പേര് വേണം. ഈ റിപ്പോർട്ട് ഏതെങ്കിലും ഒരു എക്സ് സിനിമ, നമ്മുടെ തൂവാനത്തുമ്പികളോ അല്ലെങ്കിൽ മടിയർ കുട്ടിച്ചാത്തനോ സിനിമ എന്നിരിക്കട്ടെ, അവർക്കെതിരെ ഒരു ആരോപണം വരില്ല എന്നുകൊണ്ടാണ് എടുക്കുന്നത്. ആ സിനിമയുടെ നിർമ്മാതാവിൽ എനിക്ക് മോശം അനുഭവം ഉൾപ്പെട്ടു എന്നൊരു പെൺകുട്ടി പറഞ്ഞാൽ ആ നിർമ്മാതാവോ അല്ലെങ്കിൽ ആ അഭിനേതാവോ മറുപടി പറയാനുള്ള അവസരങ്ങൾ പോലും അവർക്ക് ലഭിച്ചിട്ടില്ല. അപ്പൊ നാച്ചുറൽ ജസ്റ്റിസിന്റെ ലംഘനമാണ് നടക്കുക. ഒരു ആരോപണം ഉണ്ടായാൽ ആ ആരോപണത്തിന് മറുപടി പറയാൻ പോലുമുള്ള അവസരം ഉണ്ടാവുന്നില്ല. രണ്ട്, എനിക്ക് അഭിമാനമുണ്ട്. ശ്രീ വിജയബാബു എന്റെ സുഹൃത്താണ്. അദ്ദേഹം വളരെ ശക്തമായി തന്നെ പോരാടി. എന്തുകൊണ്ടാണ്? ആ വിജയബാബുവിനും വളരെ കഴിവുള്ള ഒരു അഭിനേത്രിയാണ്. നമുക്കെല്ലാം ഇഷ്ടമുള്ള ആ പെൺകുട്ടിയും തമ്മിലൊരു വ്യക്തിപരമായ ബന്ധമുണ്ടായിരുന്നു, റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. മ്യൂച്വൽ കൺസെന്റോടുകൂടി അവർ പല സ്ഥലങ്ങളിലും പോയി അവർ വ്യക്തിപരമായ സമയം പങ്കിട്ടു. കുറച്ചു കാലം കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അവർ തെറ്റിപ്പിരിഞ്ഞാൽ ഈ വിജയബാബു എന്നെ റേപ്പ് ചെയ്തു എന്ന് പറയുന്നതിന് എന്തർത്ഥം? ശ്രീ രാഹുൽ, താങ്കൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ, അല്ലല്ല ഇന്നയാൾക്കെതിരെ മൊഴി കൊടുത്തു, പക്ഷെ ആർക്കെതിരെയാണോ മൊഴി കൊടുത്തത് അയാളുടെ ഭാഗം കേട്ടിട്ടില്ല എന്ന്. പക്ഷെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇങ്ങനെ ഇന്നയാൾക്ക് മൊഴി കൊടുത്തു എന്നൊക്കെ ആര് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ്. ആ കമ്മീഷൻ റിപ്പോർട്ട് ആരും കണ്ടിട്ടില്ല, അത് പുറത്തു വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഈ കോടതിയിൽ പോയ ഈ പറയുന്ന സജിമോൻ എന്നുള്ള വ്യക്തി, അയാൾക്കെതിരെ എന്തെങ്കിലും മൊഴിയുണ്ട് എന്ന് ഭയപ്പെട്ടിട്ട് പോയതാണോ അതോ കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോയതാണോ? ഇങ്ങനെ പല പല കാര്യങ്ങളും സംശയിക്കേണ്ടി വരുമല്ലോ. അതുകൊണ്ടാണ് ആ റിപ്പോർട്ട് ഏത് രീതിയിലാണ് എന്നുള്ളത് പൊതുസമൂഹം കഴിഞ്ഞ 4 വർഷമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല, നമ്മൾ കോടതിയിൽ പോകുന്ന ഒരാളുടെ ഉദ്ദേശശുദ്ധി ഒന്നും മോശമാക്കണ്ട. അദ്ദേഹത്തിന് കൺസേൺ ഉണ്ടായി, സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്, അദ്ദേഹം പോയി. സമാനമായ പല അനുഭവങ്ങളും ദുരനുഭവങ്ങളും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ശ്രീ ദിലീപിന്റെ കേസിൽ, വിജയബാബുവിന്റെ കേസിൽ, ഒമർ ലുലുവിന്റെ കേസിൽ, ഇങ്ങനെ പല കേസുകളിൽ ആ കേസുകൾ ശരിയല്ല എന്ന് പൊതുസമൂഹം പിന്നീട് തിരിച്ചറിയുന്ന രീതിയിൽ മാറി. തർക്കം ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാം. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ? അതുകൊണ്ട് ഒരു കാര്യം, അവിടെയാണ് നമുക്കൊരു മധ്യപാത വേണ്ടത്. ആ മധ്യപാത എന്ന് പറഞ്ഞാൽ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പകുതി പുറത്തുവിടണം. ഏത് പകുതി? എന്തൊക്കെയാണ് ആക്ഷൻ എടുക്കേണ്ടത്, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉള്ളത്, എന്നാൽ ആരുടെയും സ്വകാര്യതയെ ബാധിക്കുന്ന ഒരു കാര്യങ്ങളും വരരുത്. സിനിമകളുടെ പേര് വരരുത്, സിനിമ ഡയറക്ടേഴ്സിന്റെയോ നടന്മാരുടെയോ പേര് വരരുത്. കാര്യം അവർക്ക് മറുപടി പറയാൻ പോലും അവസരം കിട്ടില്ല. അവിടെയാണ് ഇടതുപക്ഷ സർക്കാർ ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വളരെ അവധാനതയോടെ നല്ല രീതിയിലാണ് അല്ലെങ്കിൽ വളരെ കോഷ്യസ് ആയ സമീപനമാണ് സ്വീകരിച്ചത്. എടുത്തു ചാടി വേണമെങ്കിൽ ഗാലറിക്ക് വേണ്ടി കളിക്കാവുന്ന ഒരു വിഷയമായിരുന്നു. അല്ല, ഗാലറിക്ക് വേണ്ടി കളിച്ചില്ല എന്നല്ല, ആ റിപ്പോർട്ട് ഫലത്തിൽ തള്ളിക്കളയുന്ന രീതിയിൽ തന്നെയാണല്ലോ കഴിഞ്ഞ 4 വർഷത്തെയും സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. അല്ലല്ല, വാക്കാൽ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ. ആ റിപ്പോർട്ടിന്മേൽ ഒരു നടപടിയും എടുത്തിട്ടില്ലായിരുന്നു. ഒരു സമിതിയെ പേരിന് വെച്ചു, അത്രമാത്രം.
പേരിന് വെച്ചതല്ല, ഈ ഇതിന് കോടിക്കണക്കിന് രൂപ ചെലവാക്കിയത് നല്ലതാണ്. ആ റിപ്പോർട്ടിന്റെ ആത്മാംശം വെളിയിൽ വരണം, ആ ആത്മാംശത്തിലെ ആക്ഷൻ ടേക്കൺ ആസ്പെക്ട് ഉണ്ടാകണം. പക്ഷേ ഗാലറിക്ക് വേണ്ടി കളിക്കാൻ കഴിയുന്ന രീതിയിൽ അവർക്ക് നല്ല രീതിയിൽ ഒരു സ്പേസ് കിട്ടിയിട്ടും CPM ശ്രീ പിണറായി വിജയൻ സഖാവോ അത് ചെയ്തില്ല എന്നുള്ളത് അഭിനന്ദനാർഹമാണ്. അത് അദ്ദേഹത്തെ എതിർക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, പക്ഷെ ബഹുമാനിക്കേണ്ട കാര്യമാണ്. ഇനി വേണ്ട കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇനി വേണ്ടത് മിനി മാഡമോ ഭാഗ്യലക്ഷ്മി ചേച്ചിയോ അല്ലെങ്കിൽ പാർവതി ചേച്ചിയോ ഒക്കെ പറയുന്നത് പോലെ ഇതിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട്. കണ്ണട ചിരിട്ടാക്കാനൊന്നും പറ്റില്ല. ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഈ സിനിമാ മേഖലകളിലുണ്ട്, അവർ എക്സ്പ്ലോയിറ്റേഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഇഷ്യൂ നമ്മൾ അഡ്രസ് ചെയ്യുന്നു, ഫ്ലാഗ് ചെയ്യുന്നു. എന്തൊക്കെയാണ് സൊല്യൂഷൻസ്, എന്തൊക്കെയാണ് പോസിബിൾ റെമഡീസ്? ആ റെമഡീസിൽ ഫോക്കസ് ചെയ്യുക. ഓൾറെഡി ഉള്ള പഴയ കേസുകളോ അല്ലെങ്കിൽ അലിഗേഷനിലേക്കോ പോയാൽ പ്രശ്നമാകും. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നേരെ തിരിച്ച് അതിജീവിതയുടെ പേര് പറയരുതാത്തതുപോലെ കുറ്റാരോപിതന്റെ പേരും കോടതി ഇയാളെ കുറ്റക്കാരനാണെന്ന് വിധിക്കുന്നവരെ പറയരുത്. അത്രേ ഉള്ളൂ. ഞാൻ ആശയിലേക്ക് കൂടി പോവുകയാണ്. ശ്രീമതി ആശ ആച്ചി ജോസഫ്, ഇതിപ്പോൾ രാഹുൽ പറയുന്നത് ഈ ആർക്കെതിരെ മൊഴി കൊടുത്തോ, ആ ആർക്കെതിരെയാണോ മൊഴി കൊടുത്തത് അയാളുടെ ഭാഗം കേട്ടിട്ടില്ല, അതുകൊണ്ട് പൂർണ്ണമായ രീതിയിൽ റിപ്പോർട്ട് പുറത്തു വരരുത് എന്നാണ്. ഞാൻ നേരത്തെ ഈ ചില മന്ത്രിമാർ പറയുന്നത് മുൻപ് കേട്ടിട്ടുണ്ടായിരുന്നു, ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം എന്തുകൊണ്ട് പുറത്തു വിടുന്നില്ല എന്ന്. അതിൽ ഒരു തവണ കേട്ട കാര്യം WCC തന്നെ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു എന്നാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു WCC പിന്നീട് അക്കാര്യം നിരാകരിച്ചു എന്നാണ്. അങ്ങനെയല്ല, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. ഈ സർക്കാർ പറഞ്ഞ കാര്യങ്ങളും ഇപ്പോൾ രാഹുൽ സർക്കാരിനെ അതിൻ്റെ പേരിൽ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ കാര്യങ്ങൾ ഇപ്പോൾ രാഹുൽ പറഞ്ഞതുപോലെയുള്ള ഈ വാദം അത് സർക്കാരിനും തോന്നിയത് കൊണ്ടാണോ പുറത്തു വിടാതിരുന്നത് ഇത്രയും കാലം? മഞ്ജുഷ്, നമ്മൾ സംസാരിക്കുമ്പോൾ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇവിടുത്തെ പ്രശ്നം എന്താണെന്നുള്ളതാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. സ്ത്രീകളുടെ സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നം പഠിക്കാൻ വേണ്ടി സർക്കാർ നിയോഗിച്ച ഒരു കമ്മിറ്റി, അത് 2018 നിയോഗിച്ചു, 19 ഡിസംബറിൽ അത് പുറത്തു വന്നു. അതിനുശേഷം ഇത്രയും വർഷം കഴിഞ്ഞിട്ട് നമുക്കതിന്മേൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്ന് നോക്കുമ്പോൾ ഇന്ന് കോടതി പറഞ്ഞിരിക്കുന്നത്, വളരെ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്, പൊതുസമൂഹം ഇത് ഡിസ്കസ് ചെയ്യാൻ പര്യാപ്തമാണ്. പൊതുസമൂഹത്തെ കോടതി അഭിനന്ദിക്കുകയും ഒരു ജേർണലിസ്റ്റ് അത് പല ആൾക്കാർ ഉയർത്തിക്കൊണ്ട് വന്നതിനെ അഭിനന്ദിക്കുകയും ചെയ്തുകൊണ്ട് ഇത് തീർച്ചയായിട്ടും പൊതുസമൂഹം ചർച്ച ചെയ്യണം. കാരണം ഈ ജെൻഡർ എന്ന് പറയുന്നത്, ഈ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ WCC ഞങ്ങളുടെ കൂടെ നിന്ന എല്ലാവരെയും, പ്രത്യേകിച്ചും ഈ സ്റ്റേ വെക്കറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ നിന്ന എല്ലാവരെയും, ഇൻക്ലൂഡിങ് അഡ്വക്കേറ്റ്സ്, വളരെ പൊതു താല്പര്യത്തോടുകൂടി നിന്ന എല്ലാവരെയും ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. കാരണം നമ്മൾ ഇതുവരെ, അതായത് ഇത്രയും വർഷമായിട്ടും ഈ സർക്കാർ മുന്നോട്ട് വന്ന് ചെയ്ത ഈ കാര്യത്തിന് നമ്മളൊരു അവസാനം, അതായത് ഒരു വളരെ പ്രൊആക്റ്റീവായിട്ടുള്ള ഒരു സൊല്യൂഷൻ ഒരു സമൂഹത്തിലേക്ക് കൊടുക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ പേരുകൾ വരുമോ ഇല്ലയോ എന്നൊക്കെയുള്ളത് ഓൾറെഡി ഇൻഫർമേഷൻ കമ്മീഷണർ RTIയുടെ വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന് അന്ന് തന്നെ RTI പറയുമ്പോൾ, കമ്മീഷണർ പറയുമ്പോൾ തന്നെ അതിൽ പറയുന്നുണ്ട്, ഇന്ന കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് മാത്രമേ ഇതിൻ്റെ ചർച്ചയുള്ള ഭാഗമാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അല്ലാതെ ഇതിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഒരു വിഷമിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യവും അവിടെ കൊണ്ടുവരുന്നേ ഇല്ല. പിന്നീട് എന്തുകൊണ്ടാണ് ഇത്രയും ക്ലിയർ ആയിട്ട് RTI കമ്മീഷണർ പറഞ്ഞതിന് ശേഷവും നമ്മൾ വീണ്ടും കേസ് കൊടുക്കാൻ പോവാണ്? സോ കോടതി എന്ന് പറഞ്ഞ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും യഥാർത്ഥത്തിൽ WCCയെ കോടതി അഭിനന്ദിച്ചു. അതിനോടൊപ്പം പറഞ്ഞത് ഈ പരാതിക്കാരനായിട്ടുള്ള ഇദ്ദേഹം അനാരോഗ്യകരമായിട്ടുള്ള ആ ഒരു വാക്കുണ്ടല്ലോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മലയാള സിനിമയിൽ നിന്നായിക്കോട്ടെ, ഹിന്ദി സിനിമയിൽ നിന്നായിക്കോട്ടെ, സിനിമ വ്യവസായം എന്ന് പറയുന്നിടത്ത് അതിൽ അനാരോഗ്യകരമായ പ്രവണതകൾ മുന്നോട്ട് വരുന്നത് വളരെ കൃത്യമായിട്ട് ജനസമൂഹം കാണുന്നുണ്ട്, ബാക്കി ഈ പറയുന്ന എല്ലാവരും കാണുന്നുണ്ട്. ഈ വ്യവസായത്തിനുള്ളിലുള്ള ആൾക്കാർ മാത്രമല്ല, പുറത്തുള്ള ആൾക്കാരും വ്യവസായത്തെ വളരെ ഗൗരവത്തോടെ കൂടെ കാണുന്നവരെ ഇതിൽ ചർച്ചയിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി ഇന്നത്തെ വിധി അവസാനിപ്പിക്കുന്നത്. അഡ്വക്കേറ്റ് മിനി പറഞ്ഞതുപോലെ വളരെ ഗൗരവമായിട്ടുള്ള, വളരെ
കൃത്യമായിട്ടുള്ള ഒരു എന്താണ് ഒരു സ്ട്രീം ലൈനിങ് ഇവിടെ നടന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ആകെ ഗവൺമെന്റിന് ചെയ്യാനുള്ളത് ഇതിൽ വളരെ പ്രോആക്റ്റീവായിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ ഈ ചർച്ചയിലൂടെ മുന്നോട്ട് കൊണ്ടുവന്ന് അത് നടപ്പാക്കുക എന്നുള്ളത്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകൾ എന്ന് പറയുന്നത് ഈ ഹാരസ്മെന്റ് ഇത്തരം കാര്യങ്ങളെക്കാളൊക്കെ മുകളിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം 50% ഭാഗമായി മാറേണ്ട സ്ത്രീകളെ ഇതിലൊന്നും തളച്ചിടാനുള്ളതല്ല എന്നാണ് WCC പറയുന്നത്. അപ്പൊ WCCക്ക് ഈ റിപ്പോർട്ടിൽ ആരുടെയൊക്കെ പേരുകൾ ഉണ്ട് എന്നതിൽ ഒരു താല്പര്യവും ഇല്ല എന്ന് തന്നെയാണോ ശ്രീമതി ആശ ആച്ചി ജോസഫ്? ഇതിപ്പോൾ പൊതുസമൂഹത്തിന് ചിലപ്പോൾ അതിൽ താല്പര്യമുണ്ടായിരിക്കാം, ആരുടെയൊക്കെ പേരുകൾ ഉണ്ട്, ആരൊക്കെ ആർക്കെതിരെ പറഞ്ഞിട്ടുണ്ട് എന്ന്. എന്തായാലും അത് ഈ പൂർണ്ണ തോതിൽ പുറത്തു വരാത്തത് കൊണ്ട് RTI അതിനകത്ത് ഇടപെട്ടത് കൊണ്ട് തന്നെ അങ്ങനെ പുറത്തു വരികയും ഇല്ല. WCCക്ക് ഇക്കാര്യത്തിൽ താല്പര്യമുണ്ടോ അങ്ങനെ ആ കാര്യങ്ങൾ പുറത്തു വരണമെന്ന്? ഇത് സത്യസന്ധമായി പറഞ്ഞാൽ WCC നേരത്തെ കോടതി പറഞ്ഞ കാര്യമാണ്. WCC വളരെ കൃത്യമായി ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഗവൺമെന്റ് ഇത് നടപ്പിലാക്കാൻ, അതായത് ഇങ്ങനെ ഒരു കമ്മിറ്റി തന്നെ ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. അപ്പോ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ മെമ്പേഴ്സൊക്കെ വളരെ കൃത്യമായ ധാരണയോടെയാണ് അവിടെ പോയി മൊഴി കൊടുത്തിരിക്കുന്നത്. അതായത് എന്തും ഏതും ആയിക്കോട്ടെ എന്നൊന്നും പറഞ്ഞിട്ടല്ല, ഞങ്ങളുടെ ഒക്കെ കാര്യങ്ങൾ, അതായത് നമ്മളുടെ ഒക്കെ ഈ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായ ഇനി ഒരു സ്ത്രീക്ക് ഈ പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. പ്രിവെൻഷൻ, പ്രൊട്ടക്ഷൻ, പ്രൊഹിബിഷൻ എന്ന് പറയുന്ന ഈ ഏരിയകളിലെല്ലാം ഒരു സ്ത്രീക്കും ഇനി പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ടിറങ്ങി എന്ത് വന്നാലും തരക്കേടില്ല, ഞങ്ങൾ ഇത് നേരിടാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂട്ടം സ്ത്രീകളാണ് ജസ്റ്റിസ് ഹേമയുടെ അടുത്ത് പോയി. ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാനൊരു അക്കാഡമീഷ്യനും ഫിലിം മേക്കറും കൂടിയാണ്. പക്ഷേ ഞാൻ കുറെ അധികം പ്രാവശ്യം അവരുടെ അടുത്ത് പോവുകയും അവിടെ അവരോടൊപ്പം ഇരിക്കുകയും നമ്മുടെ ഈ സിനിമാ മേഖലയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ള കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തിട്ട് വളരെ ഗൗരവമായിട്ട് ചെയ്തിട്ടുള്ള ഒരു പണിയാണിത്. അപ്പൊ ഈ പണീനെ മാറ്റിവെക്കാനോ തിരസ്കരിക്കാനോ ഈ പറയുന്ന കാര്യങ്ങളൊന്നും വിലപ്പോകില്ല. ഞാൻ ചോദിച്ചത് അപ്പോൾ ഇത് ആശ ഇത് പൂർണ്ണമായ രീതിയിൽ പുറത്തു വരണോ ഇല്ലയോ? എന്തായാലും പൂർണ്ണമായ രീതിയിൽ പുറത്തു വരുന്നില്ലല്ലോ. RTI ആ രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻ നൽകിയിരിക്കുന്നു, കോടതി അത് അംഗീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. പുറത്തു വരില്ല എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അപ്പോൾ ഈ അപ്പൻഡിക്സ് എന്ന് പറഞ്ഞ പോലെ കോടതി തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ കമ്മിറ്റി തന്നെ ഇത് രണ്ട് തരത്തിലായിട്ട് ഇങ്ങനെ ക്രോഡീകരിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടിലെ ക്രോഡീകരണം അങ്ങനെയാണ്. അതിൽ അപ്പൻഡിക്സ് പാർട്ട് കൂടിയുണ്ട്. അവിടെയാണല്ലോ ഈ തെളിവുകളുടെ ഭാഗം പറയുന്നത്. അതിൽ ചില ഓഡിയോ ക്ലിപ്പുകളുടെ കാര്യം പറയുന്നുണ്ട്, അല്ലെ, ചില ഫോട്ടോഗ്രാഫ്സിന്റെ കാര്യം പറയുന്നുണ്ട്. ഇതൊക്കെ പക്ഷേ പുറത്തു വരില്ല. അപ്പോൾ WCC ആഗ്രഹിക്കുന്നത് ശരി, അത് വേണ്ട, അത് പുറത്തു വരേണ്ടതില്ല. ഇപ്പോൾ രാഹുൽ പറയുന്ന പോലെ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ ആരാണോ ആരോപണ വിധേയർ അവരുടെ ഭാഗം കേട്ടിട്ടില്ല, അതുകൊണ്ട് അത് പുറത്തു വരേണ്ടതില്ല എന്ന നിലപാട് WCCക്ക് ഉണ്ടോ? അതോ പൂർണ്ണ രീതിയിൽ തന്നെ വരേണ്ടിയിരുന്നു, പക്ഷേ ഈ RTI നിയമത്തിൻ്റെ ഇങ്ങനെയൊരു ചില റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് പറ്റുന്നില്ല, ശരി, അതിന്മേൽ ഒരു നിയമ നടപടിക്ക് നിങ്ങൾ പോകുന്നില്ല എന്നാണോ? ശ്രീ മഞ്ജുഷ്, ഇതില് നമ്മൾ ഒരു പ്രോസസ്സിൽ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം ഇതൊരു എവിഡൻസ് കളക്ഷനാണ്. കമ്മിറ്റിയെ സംബന്ധിച്ച ഒരു എവിഡൻസ് കളക്ഷനാണ്. ആ എവിഡൻസ് കളക്ഷൻ നടത്തിയതിന് ശേഷം ഇന്ന് കോടതി പറഞ്ഞതുപോലെ വളരെ വ്യത്യസ്തമായ ഈ കളക്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് വളമായിട്ട് ഒരു ചർച്ച നടക്കേണ്ട ആവശ്യം. എവിഡൻസ് അല്ല മാഡം, അലിഗേഷൻസ് ആണ്. അലിഗേഷൻസ് എന്നുള്ള ഞാൻ അതിന് മറുപടി പറയാൻ തയ്യാറല്ല. കാരണം ഇത് വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രോസസ്സിൽ കൂടി മുന്നോട്ട് വന്നിട്ട് ഒരു എന്താണ് ഒരു കമ്മിറ്റി, പ്രത്യേകിച്ച് ഒരു ജസ്റ്റിസ് ഇടപെട്ട് നടത്തിയിട്ടുള്ള ഒരു കമ്മിറ്റി കൊണ്ടുവന്നിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. അതിന്മേൽ തീരുമാനം എടുക്കേണ്ടതോ പറയേണ്ടതോ ഞാനല്ല, അല്ലെങ്കിൽ ഞങ്ങൾ ആരുമല്ല. അത് യഥാർത്ഥത്തിൽ മുന്നോട്ട് വന്ന് അതിൽ ചർച്ച നടന്നതിന് ശേഷം എന്താണോ സാധാരണ എന്തൊക്കെയാണ് നമ്മൾ കമ്മിറ്റി റിപ്പോർട്ട്സിൽ ചെയ്യുന്നത്, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് നീതി കിട്ടുന്ന രീതിയിൽ, പ്രത്യേകിച്ചും ഇന്നത്തെ നമുക്കറിയാം മലയാള സിനിമയിലാണെങ്കിലും മറ്റു സിനിമ മേഖലകളിലാണെങ്കിലും ക്യാമറയ്ക്ക് പുറകിലും ക്യാമറയ്ക്ക് മുന്നിലും വരാൻ വളരെ കൃത്യമായി വ്യക്തിത്വമുള്ള സ്ത്രീകൾ, ഇഷ്ടംപോലെ സ്ത്രീകളുണ്ട്. അവർക്കൊക്കെ ഇവിടെ വരികയും അവർക്കൊക്കെ ഏതൊരു മറ്റു തൊഴിലിടത്തിലെയും പോലെ പണിയെടുക്കാൻ സാധിക്കുകയും
ആ സ്ത്രീകളുടെ ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ സിനിമ മേഖലയിൽ ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. അത് വേറെ ഒട്ടും പ്രധാനം അല്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ കോടതി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇൻഫർമേഷൻ കമ്മീഷണർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഗവൺമെന്റിന് അതിന്മേൽ ഒരു നയമുണ്ട്. WCC ഇതൊരു 7 വർഷമായിട്ട് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടത്തിന്റെ ഒരു ഘട്ടമാണ് ഇപ്പോൾ. എന്തുകൊണ്ടാണ് രാഹുൽ ഈ അലിഗേഷൻസ് ഓൺലി എന്നുള്ള കാര്യത്തിലേക്ക് താങ്കൾ പോകുന്നു? അലിഗേഷൻസ് മാത്രം എന്ന് പറയുമ്പോൾ റിപ്പോർട്ടിനെ തന്നെ അപമാനിക്കുന്ന രീതിയിലാണല്ലോ പറയുന്നത്. അയ്യോ, ഒരിക്കലുമല്ല. ശ്രീ മഞ്ജുഷ് മാഡം പറഞ്ഞതിന്റെ മാഡത്തിന്റെ സ്പിരിറ്റിനോടും പോരാട്ട സ്പിരിറ്റിനോടും യോജിക്കുന്നു. പക്ഷെ നിയമത്തിന്റെ വശം കൂടെ വെച്ചാണ് ഞാൻ പറയുന്നത്. അതായത് ഇപ്പം ശ്രീ വിജയബാബുവിനെതിരെ വന്നത് ഒരു എവിഡൻസ് അല്ല, അലിഗേഷൻ ആണ്. രാഹുൽ ഈശ്വറിനെതിരെ വന്നു, അല്ലെങ്കിൽ ശ്രീ മഞ്ജുഷിനെതിരെ വന്നു, നമുക്കെതിരെ ഒരു അലിഗേഷൻ വരുന്നു. ഈ അലിഗേഷൻ ശരിയാണോ, റൈറ്റ് അലിഗേഷൻ ആണോ, ട്രൂ ആണോ എന്ന് കോടതി തീരുമാനിക്കുകയും അതിനുശേഷമാണ് കുറ്റക്കാരനെന്ന് വിധിക്കുന്നത്. അപ്പൊ എവിഡൻസ് എന്ന് പറഞ്ഞാൽ തെളിവെന്നാണ് അർത്ഥം. എവിഡൻസ് എന്ന് പറഞ്ഞാൽ അതിശക്തമായ രീതിയിൽ ഒരു തെളിവുണ്ടെന്നും ഒരാളെ കുറ്റക്കാരനാക്കാനും കഴിയും. അപ്പൊ ഇത് എവിഡൻസ് അല്ല, അലിഗേഷൻ എന്ന കറക്റ്റ് വാക്കാണ്, ആരോപണം എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത്. 1. 2, നമ്മൾ ഈ സമാനമായ സംഭവങ്ങൾ മുമ്പ് കണ്ടപ്പോഴും ഇതേ രീതിയിൽ വിജയബാബുവിനെതിരെയും മുഹമ്മദ് ലുലുവിനെതിരെയും ഒക്കെ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ മറക്കരുത്. അവസാനം കോടതി എന്താ അവരുടെ കാര്യത്തിൽ സമീപനം എടുത്തതെന്ന് നമ്മൾ മറക്കരുത്. അവിടെയാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ. ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് തന്നെ അവർ പല ആളുകളിൽ നിന്ന് മൊഴിയെടുത്തിട്ടാണ്. താങ്കൾ പറയുന്നതെല്ലാം വൺ സൈഡഡ് ഭാഗം മാത്രം കേട്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്നാണ്. അങ്ങനെ ഒരു സന്ദേശം താങ്കൾ പൊതുസമൂഹത്തിലേക്ക് നൽകുകയാണ്. തീർച്ചയായും മൊഴിയെടുത്തുന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. മൊഴിയെടുത്തിട്ടുണ്ട്. പക്ഷെ അതിനെ തെളിവെന്ന് വിളിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. എന്റെ പരിമിതമായ നിയമപരിജ്ഞാനത്തിൽ അറിയില്ല. മിനി മാഡത്തിന് കറക്റ്റ് ചെയ്യാം. ഞാൻ മാഡത്തിന്റെ എക്സ്പീരിയൻസ് മുമ്പിൽ അഡ്വക്കേറ്റ് പറയാൻ പോലും കൊള്ളാത്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് മാഡത്തിന് കറക്റ്റ് ചെയ്യാം. പക്ഷേ എവിഡൻസ്, തെളിവ് തുടങ്ങിയ വാക്കുകളല്ല. അലിഗേഷൻ അല്ലെങ്കിൽ കംപ്ലൈൻസ്. ഇനി എലിഗേഷൻ എന്ന വാക്ക് കുറവാണെങ്കിൽ കംപ്ലൈൻസ് ആണ് നമുക്ക് അവിടെ കൊടുത്തത്. അപ്പൊ മൊഴി എന്ന് പറയാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ഏക കാര്യം ഇതേ ഉള്ളൂ, ഈ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ തർക്കിച്ച് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കേണ്ട കാര്യമില്ല. സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ അതിന്റെ കൺക്ലൂഷൻ പാർട്ട്, അതിന്റെ ഒരു ഓപ്പറേഷൻസ്, ആക്ഷൻ ടേക്കൺ, ഇത്തരം കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് ഏറ്റവും മികച്ച രീതിയിൽ കൊണ്ടുവരണം. ഹെൽപ്പ് ലൈനുകൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ഏതെങ്കിലും ഇന്റേണൽ മെക്കാനിസംസ് കൊണ്ടുവരണം. കൂടുതൽ ഒരു ഫിയർ ഫാക്ടർ ഉണ്ടാകണം, നിയമം ഉണ്ടാകണം. ഇതൊക്കെ എല്ലാവരും അഗ്രി ചെയ്യുന്നതാണ് കാര്യം. പലപ്പോഴും കാസ്റ്റിംഗ് കൗച്ചേഴ്സ്, എക്സ്പ്ലോയിറ്റേഷൻ ഇതൊക്കെ ഉണ്ടെന്ന് നമുക്കെല്ലാം അറിയുകയും ചെയ്യാം. പക്ഷേ ഇത് പുരുഷനെതിരെ കാടടച്ച് വെടിവെക്കുന്ന ഒരു സംവിധാനമായി മാറരുത്. സ്ത്രീകളെ സംരക്ഷിക്കുമ്പോൾ പുരുഷനെ പണിഷ് ചെയ്തിട്ടാവരുത്. നമ്മുടെ നിയമങ്ങൾ സ്ത്രീപക്ഷമാകണം, തർക്കമില്ല. പക്ഷേ ഇത് പുരുഷ വിരോധമാകരുത്, അത്രേ ഉള്ളൂ. അതായത് നമ്മുടെ നിയമങ്ങൾ സ്ത്രീകൾക്ക് അനുകൂലമായി തന്നെ വ്യാഖ്യാനിക്കണം. പക്ഷേ ഇത് പുരുഷന് വിരുദ്ധമാകുമ്പോൾ ഒരു പുരുഷനും ഒരു കുടുംബവുമാണ് ഇവിടെ ഇല്ലാതെ, അവരുടെ ഫാമിലിയാണ് ഇല്ലാതെ, പുരുഷന് മറുപടി പറ്റാത്ത രീതിയിൽ കൈകാലിട്ടിട്ട് നീ നീന്തി പറയുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ അലിഗേഷൻസ്, കംപ്ലൈൻസ്, അലിഗേഷൻസ് അല്ല കംപ്ലൈൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് വളരെ പ്രാധാന്യത്തോടെ എടുക്കണം, വേണ്ടെന്നല്ല. അതിന്റെ മേലിൽ കൺക്ലൂഷനും സൊല്യൂഷനുമാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് മാത്രം അഭ്യർത്ഥന. ശരി, ശ്രീ വിനു കിരിയത്ത്, രാഹുലിന്റെ അഭിപ്രായത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? അലിഗേഷൻസും കംപ്ലൈൻസും മാത്രമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉള്ളത്. അലിഗേഷൻ ആണെങ്കിൽ 5000 പേജോളം ഉണ്ട് കേട്ടോ ഈ റിപ്പോർട്ട്. 5000 പേജ്, 1ഉം 2ഉം അല്ല, 5000-ന് മുകളിൽ പേജുകളുണ്ട്. ശാരദാമ്മ ഉൾപ്പെടെയുള്ള ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ അലിഗേഷൻ. ഇതിപ്പോൾ ഞാൻ വേറൊരു ഇതിൽ പറഞ്ഞാണ്, ഇന്നലത്തെ പത്രത്തിലുണ്ട് 2 19 വയസ്സുള്ള പയ്യന്മാർ 20 ദിവസത്തോളം ജയിലിൽ കിടന്നിട്ട് ഇന്നലെ റിലീസായി. അത് വെറും ഒരു അലിഗേഷനായിരുന്നു. അപ്പം ഇത് സാധാരണക്കാർക്ക് വേണ്ടി ഒരു നിയമവും സിനിമാക്കാർക്ക് വേറൊരു നിയമവും, ഇത് എല്ലാവരും സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇത് പുറത്ത് വരണമെന്ന് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ കാറിൻ്റെ ഡ്രൈവർ ചോദിക്കുകയാണ്, ഇന്ന നടനുണ്ടോ സാർ? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല കേട്ടോ. ഇല്ല, പുള്ളിയെക്കുറിച്ച് അങ്ങനെയാണല്ലോ പറയുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ ജനങ്ങളുടെ ഇടയിൽ എല്ലാവരും സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നു. ഇനി ഇതിന് ഏതൊരു കംപ്ലൈൻറ്റിനും ഒരു അവസാനം ഒരു സൊല്യൂഷൻ വേണ്ടേ? ഇതുകൊണ്ട് എന്താണെന്ന് ആരും പറയുന്നില്ല. ഇല്ലെങ്കിൽ ഇതുകൊണ്ട് ഈ 1 കോടി രൂപ മുടക്കിയത് ഞങ്ങൾ ഉൾപ്പെടെ സിനിമയിൽ ആനുവൽ സബ്സ്ക്രിപ്ഷൻ വരെ കൊടുക്കുന്നവരാണ്. അപ്പം ഞങ്ങൾക്ക് അതിൻ്റെ റൈറ്റ് ഉണ്ട് അറിയാനായിട്ട്. അല്ല, അതിൽ രാഹുൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞ് ഇന്ന നടനുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടല്ലോ ആളുകൾ. ആ നടനെതിരെ ആരെങ്കിലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനും ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നടനെ കേൾക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് രാഹുൽ പറഞ്ഞു വരുന്നത്. അത് ന്യായമായ ഒരു കാര്യമാണ് അവരുമായിട്ട്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. ഇത് പുറത്ത് വരാത്തിടത്തോളം കാലം ആരുടെയൊക്കെ പേരുണ്ടോ അവരെല്ലാം നാളെ മുതൽ രാഷ്ട്രീയ അടിമകളായി മാറും. കാരണം എന്താണ്, അനങ്ങാൻ പറ്റില്ല, സ്വതന്ത്രമായിട്ടൊരു അഭിപ്രായം പറയാൻ പറ്റില്ല. ഈ മിനിസ്ട്രിമാരെ അടുത്ത മിനിസ്ട്രി വരുമ്പോൾ അവരറിയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരിനി ജീവിതകാലം മുഴുവൻ അടിമകളായിട്ട് ഇങ്ങനെ നിൽക്കേണ്ടി വരും. സാഹിത്യകാരന്മാർ അല്ലെങ്കിൽ കലാകാരന്മാരെന്ന് പറയുന്ന അവർക്ക് പ്രതിബദ്ധത ഇല്ലാതായി പോകും. ജനങ്ങളോട് ഒരു കാര്യം പറയാൻ പറ്റില്ല. മറ്റേ പാർട്ടിക്കാരിടപെടും, ഇവരെക്കുറിച്ച് പറഞ്ഞാൽ ഇവരെക്കുറിച്ച്. അപ്പോൾ ഇത് എന്തിനായിരുന്നു ഇത് 1 കോടി രൂപയോളം മുടക്കി? ഇത് എന്തിനായിരുന്നു? അപ്പോൾ WCCയിലെ ഈ കുട്ടികൾക്ക് കുറേ പണങ്ങൾ നഷ്ടപ്പെട്ടതല്ലാതെ അവർക്ക് ഇതുകൊണ്ടൊരു പ്രയോജനവും വരാൻ പോകുന്നില്ല.
പാർവതി തിരുവോത്ത് എന്ന് പറയുന്ന കുട്ടി എത്ര നാളിന് ശേഷം ഇപ്പോൾ അഭിനയിച്ച പടം എല്ലാവരും ഒന്ന് കാണേണ്ട ഒരു ചിത്രം തന്നെയാണ് ഉർവശിയോടൊപ്പം അത് ഉള്ളൊഴുക്ക്. അപ്പോൾ ആ കുട്ടി എത്രയോ നാൾ കാത്തിരുന്നിട്ട് നല്ലൊരു ആക്ട്രസിന് അവസരങ്ങൾ കിട്ടുന്നില്ല. അപ്പോൾ അഭിപ്രായം പറഞ്ഞാൽ അവരെ പുറത്ത് മാറ്റി നിർത്തുന്ന ഒരു പ്രവണത ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ രാഹുൽ പറഞ്ഞ ഒരു പോയിന്റിനോട് ഞാൻ യോജിക്കുന്നു. കാരണം പെണ്ണ് പുരുഷന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ശിക്ഷിക്കപ്പെട്ടതിന് ശേഷമാണ്. ഇപ്പോൾ നമുക്ക് ദിലീപിന്റെ കേസ് എടുത്താലും വിജയ് ബാബുയുടെ എടുത്താലും അവരുടെ ഫോട്ടോയും പേപ്പറും അവന്റെ ജാതകം വരെ വെളിയിൽ വന്നു കഴിഞ്ഞു. പെണ്ണിൻ്റെത് വരുന്നില്ല. വളരെ കഷ്ടമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അമ്മ സംഘടന അല്ലെങ്കിൽ ഇതിപ്പോൾ അമ്മ മാത്രമല്ലല്ലോ ഇതിനകത്ത് ഒരിക്കലും എല്ലാവരുടെയും ധാരണ കുറേ താരങ്ങളുടെ മുഖമാണ് മനസ്സിൽ വരണം. നെവർ. ഞാൻ പറയുന്നത് ടെക്നീഷ്യൻസും ഉണ്ടാവൂലേ ഇതിലൊക്കെ. സിനിമയിലെ മൊത്തമാണ്. ഈ നേരത്തെ മേഡം പറഞ്ഞ പോലെ ഡ്രൈവർ കാണും, മേക്കപ്പ് മാൻ കാണും, കോസ്റ്റ്യൂമർ കാണും, നിർമ്മാതാവ് കാണും. അപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, എൻ്റെ പേരില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ സധൈര്യം വന്നിരിക്കുന്നത്. അപ്പോൾ മടിയിൽ ഘനമുള്ളവർക്കൊക്കെ ഇത് ആർക്കും വേണ്ടിയിട്ടാണ് ഈ സ്റ്റേക്ക് പോയത് ഈ വ്യക്തി എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മിനി മാഡം പറഞ്ഞു. എന്താണ് രാഹുൽ പറയൂ, രാഹുൽ പറയൂ. വിനു കിരിയൻ സാറിന്റെ പേരൊന്നും ഒരിക്കലും വരുന്നത് നമുക്കറിയാം. ആ വിശ്വാസം എനിക്ക് അതല്ല. പക്ഷേ ഇത് ഒരു പോയിന്റ് ആടിയുള്ളൂ. എനിക്ക് പാർവതി ഞങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങളുടെ കരിയർ തുടങ്ങുന്നത്. ഞങ്ങൾ കിരൺ ടിവിയിൽ ഒരുമിച്ചാണ്. അന്നേ പാർവതി ബ്രില്യന്റ് ആണ്. ഒരുപക്ഷെ മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും ബ്രില്യന്റ് ആയ 5 or 10 ആക്ട്രസ് തള്ളുന്ന പാർവതിക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുള്ള സത്യമാണ്. പാർവതി ഔട്ട്സ്പോക്കൺ ആണ്, ഫെമിനിസ്റ്റ് നിലപാടുള്ള വ്യക്തിയാണ്. അതുപോലത്തെ ഒഴിവാക്കലുകൾ ഒരു കാരണവശാലും പാടില്ല. അതിനെതിരെ ഏതെങ്കിലും സോഷ്യൽ പ്രശ്നമോ ഗവൺമെന്റ് പ്രശ്നമോ പോളിസി ഇന്റർവെൻഷനോ ഒക്കെ നല്ലതാണ്. ഏക റിക്വസ്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് വിജയബാബുവിന്റെ കേസിലെ പോലെ ഒരു അലിഗേഷൻ ആയിട്ട് മിസ്യൂസ് ചെയ്യപ്പെടരുത്. ഒമർ ലുലുവിന്റെ കേസിലെ പോലെ ഒരു ആരോപണമായി മിസ്യൂസ് ചെയ്യപ്പെടരുത്. രാഹുലിനോട് ഒരു ചോദ്യം. രാഹുൽ, അപ്പൊ ഇതിനൊരു സൊല്യൂഷൻ പറയാമോ? ഇതിനൊരു ക്ലൈമാക്സ് വേണമല്ലോ. ഒറ്റ കാര്യം, ഇവിടെ ഭാഗ്യലക്ഷ്മി ചേച്ചിയും പാർവതി മാഡവും അല്ലെങ്കിൽ നമ്മുടെ മിനി മാഡവും ഒക്കെ ഫൈറ്റ് ചെയ്യുന്ന കോസ് ജെനുവിനാണ്. പക്ഷെ അതോടൊപ്പം ചെയ്യേണ്ടത് ആക്ഷൻ എന്തൊക്കെ എടുക്കാം. ഉദാഹരണം, സ്ട്രോങ് ആയ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ്, ഒരു ഇന്റേണൽ കമ്മിറ്റി ഫോർമേഷൻ വേറെ ഇവർക്ക് ശക്തമായി പരാതി പറയാനോ ഇടപെടാനും കഴിയും. ഏതെങ്കിലും രീതിയിൽ ഒരു സോഷ്യൽ സൂപ്പർവിഷനും സോഷ്യൽ ഓഡിറ്റും ഉണ്ടാവുമെന്ന് കാണുമ്പോൾ കുറെ കൂടെ ശക്തമായ സമ്മർദ്ദം ഉണ്ടാകും. നമ്മുടെ പല പല്ലുള്ള നിയമങ്ങൾ വേണം. അത് കടിക്കാനല്ല, പേടിപ്പിക്കാനാണ്. അങ്ങനെ പല്ലുള്ള നിയമങ്ങൾ ഉണ്ടാക്കുകയും നിങ്ങൾ എക്സ്പ്ലോയിറ്റേഷനിലേക്കും മറ്റും പോയാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന പേടി ഉണ്ടാക്കുക വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇല്ലെങ്കിൽ ഇത് വളരെ ശരി രാഹുൽ, ഞാൻ ഇടപെടുകയാണ്. രാഹുൽ ഇപ്പോൾ പോകരുത്. താങ്കൾ നേരത്തെ പറഞ്ഞ കാര്യത്തിന് അഡ്വക്കേറ്റ് ടി ബി മിനിയുടെ മറുപടി കൂടി കേൾക്കണം. അതിനുള്ള സാവകാശം കൂടി താങ്കൾ തരണം. അഡ്വക്കേറ്റ് ടി ബി മിനി, ഇപ്പോൾ രാഹുൽ ഇവിടെ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇതിനൊന്നും തെളിവ് മൂല്യമില്ല എന്നുള്ളതാണ്. വെറും അലിഗേഷൻസ്, കംപ്ലൈന്റ്, ഈ വാചകങ്ങളിലാണ് അദ്ദേഹം പറഞ്ഞത്. ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ ഈ കൊടുത്ത ഈ മൊഴികളെ, അതുകൊണ്ട് തന്നെ അതിനെ ആ രീതിയിലേ കാണാവൂ എന്നുള്ളതാണ് രാഹുലിൻ്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. താങ്കളുടെ മറുപടി? അതായത് രാഹുല് അല്ലെങ്കിൽ രാഹുലിനോടൊപ്പമുള്ള ആളുകൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എതിർപക്ഷത്തെ കേട്ടിട്ടില്ല എന്നതാണ്. എതിർപക്ഷത്തെ കേട്ടിട്ടുണ്ടോ എന്ന് രാഹുലിനോ ഈ കംപ്ലൈന്റ് കൊടുത്തവർക്കോ WCCക്കോ ഞങ്ങൾക്ക് ആർക്കും അറിയാൻ കഴിയുന്ന രീതിയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. പിന്നെ രാഹുലിനെ എങ്ങനെ മനസ്സിലായി? രാഹുൽ ആരെങ്കിലും ഉണ്ടാകുമെന്ന് സംശയിക്കുന്നുണ്ടോ? രാഹുൽ ആരുടെയെങ്കിലും പേഴ്സണൽ താല്പര്യത്തിനാണോ ഇത് പറയുന്നത്? ഇത്തരം കാര്യങ്ങൾ സംശയത്തിന്റെ നിഴലിൽ തന്നെ നിൽക്കും. നേരത്തെ രാഹുൽ പറഞ്ഞ മറ്റൊരു കാര്യം, പിണറായി വിജയൻ സർക്കാർ ബാലൻസ്ഡ് ആയിട്ടുള്ള പൊസിഷൻ എടുത്തു എന്നാണ്. എല്ലാ കാലത്തും പിണറായി വിജയന് എതിരാണ് എന്നാണ് രാഹുൽ ഒന്നുകൂടെ പറയുന്നത്. പക്ഷെ ഞാൻ ഈ പിണറായി വിജയൻ സർക്കാരിന്റെ LDF സർക്കാരിന് വേണ്ടി അതികഠിനമായി പണിയെടുത്ത ഒരാളാണ്. ഈ ലക്ഷക്കണക്കിന് സ്ത്രീകളും ഈ കേരളത്തിൽ അങ്ങനെയുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് സ്ത്രീകളുടെ വർക്കിംഗ് മേഖലയിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു നിയമനിർമ്മാണത്തിന് സർക്കാർ ശ്രമിക്കാതെ ഈ റിപ്പോർട്ട് പൂത്തിവെച്ചു എന്ന് പറയുന്നത് സർക്കാരിന് ഏറ്റവും വലിയ മങ്ങലാണ്. അത് സർക്കാർ ഈ പറഞ്ഞ സിനിമാ മേഖലയിലെ ഒരുപക്ഷെ കോർപ്പറേറ്റ് ആയി മാറിയിരിക്കുന്ന ചില ആളുകളുടെ താല്പര്യം സംരക്ഷിക്കാൻ കൂടെ നിന്നു എന്ന് പറയുന്നത് ആ സർക്കാരിന് നല്ല കളങ്കമുണ്ടാക്കിയിരിക്കുക തന്നെയാണ്. അത് തിരുത്തണം. മാത്രമല്ല, ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, ന്യൂ ജനറേഷൻ എന്ന നിലയിൽ എന്തുമാത്രം തൊഴിൽ മേഖലകൾ വന്നു. സ്ത്രീകള് അവര് ഈ കാലഘട്ടത്തിൽ ഈ ജനാധിപത്യവൽക്കരിക്കപ്പെട്ട കേരളത്തിന്റെ സമൂഹത്തിൽ സിനിമാ മേഖലയിൽ തന്നെ എന്തുമാത്രം മേഖലയിൽ ജോലി ചെയ്യുന്നു. അവരുടെ നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? ശരിയായ രീതിയിൽ ഒന്ന് തുണി മാറാൻ, ശരിയായ രീതിയിൽ ഒന്ന് ബാത്റൂമിൽ പോകാൻ സൗകര്യമില്ലാത്ത പ്രൊഡക്ഷൻ യൂണിറ്റുകളാണുള്ളത്. അതിനെതിരെ ഈ 2024
ഇവിടുത്തെ സ്ത്രീകൾക്കും ഇതുപോലെ ജനാധിപത്യവൽക്കരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന തൊഴിൽ സംഘടനകൾക്കും ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കാൻ ഇത്രയും വൈകി എന്ന് പറയുന്നത് തന്നെ വളരെയധികം ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവും ജെൻഡറിനെ ഇക്വാലിറ്റിനെ അഡ്രസ് ചെയ്യാത്തതുമാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ നിയമനിർമ്മാണം അടിയന്തരമായി നടത്തുക എന്നാണ് സർക്കാരിന്റെ ജോലി. അത് സർക്കാർ നിർവഹിക്കണം. ഈ കമ്മിറ്റി ആയിക്കോട്ടെ, കമ്മീഷൻ ആയിക്കോട്ടെ, ഈ കമ്മിറ്റി റിപ്പോർട്ട് സ്വീകരിച്ച് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് അടിയന്തരമായ നിയമനിർമ്മാണം നടത്തണം. ഈ പെൺകുട്ടികൾ എത്രയോ വർഷമായി ഇതിനുവേണ്ടി ഫൈറ്റ് ചെയ്യും. WCC എന്ന് പറയുന്നത് ചെറുതായിട്ടുണ്ടായതല്ല, വലിയ ത്യാഗത്തിൽ നിന്നും ഉണ്ടായതാണ്. രക്തസാക്ഷികളായവരാണ് അവര്, ജീവിക്കുന്ന രക്തസാക്ഷികൾ. ആ ആളുകൾ മുന്നോട്ട് വെച്ച ആവശ്യം സർക്കാർ അംഗീകരിക്കണം. ഒരു തർക്കവും അതിലില്ല. അതില് എന്ത് മൂടുപടമിട്ടാലും ഈ പേടി ഉണ്ടാവണം ഈ ആളുകൾക്ക്. അയ്യോ, ഞാൻ ചെയ്തത് പുറത്തു വരൂ. അങ്ങനെ പേടിയുള്ളവർക്ക് എതിരായിട്ട് ഇപ്പൊ ഞാൻ പറയാം, ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പേഴ്സണൽ അലിഗേഷനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ കുട്ടികൾക്ക് വേണമെങ്കിൽ പോലീസിൽ പരാതി കൊടുക്കാം. പക്ഷേ പല കേസുകളിലും ഇപ്പൊ മൈനേഴ്സ് ആയിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു പരാതി കൊടുത്താൽ അതിന്റെ കോൺസിക്വൻസസിന്റെ പേടി കൊണ്ട് അവർ ചെയ്യില്ല. പക്ഷെ ട്രോമയിൽ നിന്ന് ഇത്തരമൊരു കമ്മിറ്റി ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒരു സംവിധാനമുണ്ടെന്ന് കരുതിയാണ് അവർ പോയി സംസാരിച്ചിരിക്കുന്നത്. അതിനെ വിലമതിക്കണം. പേഴ്സണലായിട്ട് ഈ പെൺകുട്ടികളെ ഹരാസ് ചെയ്യുകയോ ടോർച്ചർ ചെയ്യുകയോ റേപ്പ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കുക തന്നെ വേണം. പക്ഷെ ഇപ്പൊ വേണ്ട. ഇപ്പോൾ കോടതി പറഞ്ഞതുപോലെ, വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതുപോലെ, ഈ റിപ്പോർട്ടിന്റെ സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞിരിക്കുന്ന അനലൈസിംഗും അതുമായി ബന്ധപ്പെട്ടുള്ള സജഷൻസും അംഗീകരിച്ച് പുറത്തുവിട്ട് സർക്കാർ ഡിസ്കഷന് വിധേയമാക്കി ഈ കേരളത്തിലെ ട്രേഡ് യൂണിയനുകളെയും വനിതാ സംഘടനകളുടെയും ഈ WCC അടക്കമുള്ള സംഘടനകളുടെയും അവരുടെ കൂടി സജഷൻസ് പരിഗണിച്ച് കൃത്യമായിട്ട് നമുക്കിത് പറയുവാനും വളരെ എളുപ്പമാണ്. അഡ്വക്കേറ്റ് ടി ബി ബിനി, സർക്കാർ ഇപ്പോൾ ഇതെന്തോ ചെയ്യാൻ പോവുകയാണ് എന്ന്. പക്ഷെ ഇത്രയും നാൾ ഇതിൽ ആർജവം കാട്ടാത്ത സർക്കാർ, ആച്ചി ജോസഫ്, ഇനി അങ്ങോട്ട് ഇതിന്മേൽ ഉടനടി നടപടി എടുക്കാൻ പോവുകയാണ് എന്ന് WCCക്ക് അങ്ങനെയുള്ള ഒരു വിശ്വാസമുണ്ടോ? അങ്ങനെ ആയിരിക്കണമല്ലോ. കാരണം ഇപ്പോൾ വേറെ തടസ്സങ്ങളൊന്നുമില്ല, സർക്കാരിന്റെ മുമ്പിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോ തീർച്ചയായിട്ടും സർക്കാരിന് അങ്ങനെ ഒരു നിലപാട് എടുക്കാൻ സാധിക്കേണ്ടതാണ്. അങ്ങനെയാണ് WCC വിശ്വസിക്കുന്നത്. അല്ല, അങ്ങനെയാണ് ഇതുവരെ സർക്കാരിന് മുന്നിൽ എന്ത് തടസ്സമായിരുന്നു ഉണ്ടായിരുന്നത്? ഞാനൊരു കാര്യം പറയാം മഞ്ജുഷ, ഇതിന്റെ മേലെ സർക്കാർ നിയമ നടപടിയല്ല, അവരെ ഈ സ്ത്രീകളെ, ഒരു മിനിറ്റ് ആശ, ഈ സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിയമനിർമ്മാണം നടത്തിയില്ലെങ്കിൽ അതിന്റെ കോൺസിക്വൻസസ് ഈ സർക്കാർ നല്ല രീതിയിൽ അനുഭവിക്കും. ശരി, ആശ തുടർന്നോളൂ. അതായത് ഞാൻ പറഞ്ഞല്ലോ, സർക്കാരിനോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ട് ഈ സമയമൊന്നല്ല. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് തന്നെ ഡിലേ ഉണ്ടായപ്പോൾ നമ്മൾ പല പ്രാവശ്യം സർക്കാരിനോട് കത്തുകൾ എഴുതുകയും അതിനുശേഷവും കത്തുകൾ എഴുതുകയും നമ്മൾ വളരെ സംയമനത്തോടെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രത്യേക സമൂഹം, സ്ത്രീകളുടെ ഒരു കൂട്ടം സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ നമ്മള് ഇത് കൂടുതൽ എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാർ തന്നെയാണ് നമുക്ക് തന്ന ഉറപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി അതിനുശേഷം സർക്കാർ പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിച്ചു. അതിന്റെയൊക്കെ അതിനൊരു ഒരുക്കം കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞതിൽ ഒരു ചെറിയ തിരുത്തുണ്ട്. IC എന്ന് പറയുന്നത് WCC ഹൈക്കോർട്ടിൽ കേസ് ഫയൽ ചെയ്തതിന് ശേഷമാണ് ഇവിടെ ICകൾ ഉണ്ടാകണമെന്നുള്ള നിർബന്ധം ഇവിടെ ഉണ്ടായത്. അപ്പോൾ അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ WCC വേറെ വഴിയായി പോയി. നമുക്ക് പറ്റുന്ന എല്ലാ വഴികളും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ രീതിയിൽ നമുക്ക് സിനിമാ മേഖലയിൽ കുറച്ചുകൂടെ ഭേദപ്പെട്ട ഒരു ജീവിതം സ്ത്രീകൾക്ക് കൊടുക്കാൻ പറ്റുമോ അത് മുഴുവൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സർക്കാരായാലും
കോടതി ആയാലും ജനങ്ങളായാലും മറ്റ് വേറെ ഇപ്പോൾ അഡ്വക്കേറ്റ് മിനിയെ പോലെയൊക്കെയുള്ള ഇത്രയും ശക്തമായിട്ട് നമ്മളോട് കൂടെ നിൽക്കുന്നവരെല്ലാം ഞങ്ങളുടെ വിശ്വാസം തീർച്ചയായിട്ടും ഇതിന്മേൽ ആക്ട് ചെയ്യപ്പെടണം, ആക്ട് ചെയ്യും എന്ന് തന്നെയാണ്. ഇപ്പോൾ കോടതി വിധിയിൽ തന്നെ പറയുന്നുണ്ട് ഈ റിപ്പോർട്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യണമെന്ന്. പക്ഷേ പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ച ചെയ്യാവുന്ന രീതിയിൽ ഈ റിപ്പോർട്ട് പുറത്തു വരണമെന്ന് ജസ്റ്റിസ് ഹേമ പോലും ആഗ്രഹിക്കുന്നില്ല. കാരണം അതുകൊണ്ടാണല്ലോ അവർ തന്നെ ഇക്കാര്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ സർക്കാരിനോട് ആവശ്യപ്പെട്ടത് ഇത് പൂർണ്ണമായ രീതിയിൽ പുറത്തുവിടേണ്ടതില്ല എന്ന്. കാരണം ആ രഹസ്യങ്ങൾ സൂക്ഷിക്കണം എന്ന്. ഇപ്പോൾ ഈ മൊഴി കൊടുത്തവർ പോലും ആ രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, വിവരങ്ങൾ വെളിയിൽ വരരുത് എന്നുള്ള കാര്യം. അപ്പോൾ പിന്നെ അതിന് പൂർണ്ണമായിട്ടും ഒരു വിഭാഗം ഇതിനെതിരെ നിൽക്കുന്നു, വിവരങ്ങൾ പുറത്തു വരുന്നതിന് തടസ്സമായിക്കൊണ്ട്. അങ്ങനെ പൂർണ്ണമായിട്ടും പറയാൻ പറ്റുമോ? കാരണം മൊഴി കൊടുത്തവർക്ക് പോലും ഉണ്ടല്ലോ കാര്യങ്ങൾ പുറത്തു വരരുത് എന്ന്. അതുപോലെ തന്നെ ജസ്റ്റിസിന് തന്നെ അക്കാര്യത്തിലും ഒരു നിർബന്ധമുണ്ട്. അതായത് നമ്മളിപ്പോഴും പറയുന്നില്ലല്ലോ, മൊഴി കൊടുത്തവരുടെ മൊഴി അല്ലല്ലോ, അതല്ലല്ലോ നമ്മൾ ഇപ്പൊ ചർച്ചാ വിഷയം. നമ്മളുടെ ചർച്ചാ വിഷയം എങ്ങനെ ഇനി കാര്യങ്ങൾ മെച്ചപ്പെടുത്താം, എങ്ങനെ ഈ ഇതുവരെ സിനിമ മേഖലയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് നമ്മളുടെ പോയിന്റ് ഓഫ് എന്താ പറയുക ഡിസ്കഷൻ. ഓരോ ആൾക്കാരും എന്തുകൊണ്ട് മൊഴി കൊടുത്തു എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. അവർ വളരെ കൃത്യമായിട്ട് വളരെ അറിഞ്ഞുകൊണ്ട് തന്നെ കൊടുത്തിട്ടുള്ള മൊഴികളാണ്. അത് അങ്ങനെ തന്നെയാണ് കമ്മിറ്റി ഫയൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് അവര് ഉന്നയിച്ചിട്ടുള്ള വാദങ്ങളും അവര് മുന്നോട്ട് വെച്ചിട്ടുള്ള ആക്ഷൻ പ്ലാനും അത് എങ്ങനെ നടപ്പിലാക്കുന്നു എന്നുള്ളതുമാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. തീർച്ചയായിട്ടും മൊഴി കൊടുത്തു എന്നുള്ളത് അത് പാസ്റ്റാണ്, അത് അവിടെ ഉണ്ട്. പക്ഷെ അത് അല്ലല്ലോ നമ്മളെ ചർച്ചാ വിഷയം. യഥാർത്ഥത്തിൽ നമ്മൾ ഇനി മുന്നോട്ട് പോകുന്ന ഇപ്പൊ ഐസികൾ ഉണ്ടാക്കിയതുപോലെ ഇപ്പോ റെഗുലറായിട്ട് ഐസികൾ എല്ലാ സിനിമ സെറ്റുകളിലും ഉണ്ടാകുന്നുണ്ടോ? ഇത് ഇപ്പോ സിനിമാ മേഖല മുഴുവനും ഒരു കമ്മിറ്റി ഉണ്ട്, മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട്. ആ മോണിറ്ററിംഗ് കമ്മിറ്റി എല്ലാ സെറ്റുകളിലും പോയി അത് നോക്കാൻ ബാധ്യസ്ഥമാണ്. അങ്ങനത്തെ ഒരു കമ്മിറ്റി ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സും AMMAയും ഫെഫ്കയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. അപ്പൊ അതുപോലത്തെ സംവിധാനങ്ങൾ നിലവിൽ വരികയും വളരെ കൃത്യമായിട്ട് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യാന്നുള്ളതാണ് ഇനിയത്തെ പരിപാടി. മറ്റു കാര്യങ്ങൾ അത് കോടതിക്കും, നേരത്തെ അഡ്വക്കേറ്റ് മിനി പറഞ്ഞ പോലെ ഇപ്പൊ മൊഴി കൊടുത്തവരുടെ കാര്യങ്ങളും അതിന്മേലുള്ള മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിവെക്കണം. അത് നമ്മളെ ഏരിയ അല്ല, അത് ഒരു പൊതുജനത്തിന്റെ ഏരിയ അല്ല. അത് അതിൻ്റെതായ രീതിയിൽ അതിന് ബാക്കി കാര്യങ്ങൾ നടക്കണം. അത് അതിൻ്റെതായ രീതിയിൽ ഗവൺമെന്റ് പരിഗണിക്കും എന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോഴും ശരി. ശ്രീ വിനു കിരിയത്ത്, അങ്ങനെയാണെങ്കിൽ ഈ കാര്യങ്ങൾ നേരത്തെ തന്നെ സർക്കാരിന് കൺസിഡർ ചെയ്യാമായിരുന്നു. കാരണം ഇത് പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ച ചെയ്യണമെന്ന് പറയുമ്പോൾ ആ കാര്യങ്ങൾ, ഈ രഹസ്യാത്മകമായി നിൽക്കേണ്ട കാര്യങ്ങൾ, മറ്റുള്ളവരുടെ സ്വകാര്യതയെ ബാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് ചെയ്യാമായിരുന്നു. നോക്കൂ, ഇവിടുന്ന് പോയ ഒരു മലയാളിയായ ഗവർണർക്കെതിരെ ഇതേപോലെ ഇപ്പോൾ ഒരു അലിഗേഷൻ ഉണ്ടായി, അറിയാമല്ലോ, ഞാൻ പേര് പറയുന്നില്ല. അദ്ദേഹത്തിനില്ലാത്ത എന്ത് സ്വകാര്യതയാണ് ബാക്കിയുള്ളവർക്ക്? ഒരു സുപ്രീം കോടതി ജഡ്ജിക്കെതിരെ ഇതുപോലൊരു അലിഗേഷൻ വന്നു 2019. അദ്ദേഹത്തിനില്ലാത്ത എന്ത് സ്വകാര്യതയാണ് ഇവർക്ക് മാത്രം എന്നാണ് എനിക്കത് മനസ്സിലാവുന്നില്ല. എല്ലാവരും തുല്യരാണ് നീതിയുടെ മുമ്പിൽ, അല്ലേ? അപ്പോൾ പിന്നെ എന്തിനാണെന്ന് എനിക്കറിയില്ല. അത് പക്ഷേ എനിക്ക് ഒന്ന് ഇറങ്ങേണ്ട. ശരി. അഡ്വക്കേറ്റ് TB മിനി, ഇതിപ്പോൾ പൊതുസമൂഹം ഈ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കും ആരുടെയൊക്കെ പേരുകളുണ്ട് ഈ റിപ്പോർട്ടിൽ, ആർക്കൊക്കെ എതിരെയാണ് അലിഗേഷൻസ് വന്നിരിക്കുന്നത്, അവർ കൊടുത്ത മൊഴി എന്താണ് എന്നുള്ളത്. അപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൊതുസമൂഹത്തിൽ ചർച്ചയാകണം എന്ന് പറയുമ്പോൾ അതിനെ ഈ പൂർണ്ണമായ അർത്ഥത്തിലല്ല പുറത്തുവിടുന്നതെങ്കിൽ ഈ സംശയങ്ങൾ ഇനിയും തുടരുക തന്നെയല്ലേ ചെയ്യുകയുള്ളൂ? കഴിഞ്ഞ 4 വർഷമായി തുടരുന്ന ഇതേ സംശയങ്ങൾ. കാരണം ഈ ഫീൽഡ് അങ്ങനത്താണ്, ഗ്ലാമർ ഫീൽഡാണ്. തീയില്ലാതെ പുകയുണ്ടാവോ? ആളുകൾ സംശയിക്കട്ടെ, ചർച്ച ചെയ്തോട്ടെ. പക്ഷെ ഗവൺമെന്റ് എന്നുള്ള രീതിയിലും ഉത്തരവാദിത്തപ്പെട്ട സംവിധാനങ്ങൾ എന്ന നിലയിലും ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾ എന്ന നിലയിലും വ്യക്തിപരമായിട്ടുള്ള അലിഗേഷൻസ് പുറത്തുവിടേണ്ടതില്ല. അത് വിവരാവകാശ നിയമപ്രകാരം രാജ്യത്തിലെ വ്യക്തികൾക്കുള്ള പ്രൈവസിയുടെ റൈറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടും അത് പുറത്തുവിടേണ്ടതില്ല. പക്ഷേ ഇന്ന് ഈ ആളുകളെല്ലാം പറയുന്ന ഒരു കാര്യം, ഈ കേസിലെ പെറ്റീഷണറും പറയുന്ന കാര്യം അവരെ കേട്ടിട്ടില്ല എന്നുള്ളതാണ്. കേട്ടിട്ടില്ല എന്ന് ഈ പെറ്റീഷണർ പറയുമ്പോൾ ഈ പെറ്റീഷണർക്ക് എന്തെങ്കിലും എതിരായിട്ടുള്ള ഒരു അലിഗേഷൻ വന്നിട്ടുണ്ടോ? എങ്കിലല്ലേ അയാൾക്കെതിരെ അയാളെ കേൾക്കേണ്ടതുള്ളൂ. അങ്ങനെ അയാൾ വിചാരിക്കുന്നുണ്ടോ, സംശയിക്കുന്നുണ്ടോ? ഇനി
അയാൾ ആർക്കെങ്കിലും വേണ്ടിയാണ് ഈ കേസ് കൊടുത്തതെങ്കിൽ ആ ആളുകള് തെറ്റ് ചെയ്തതുകൊണ്ടായിരിക്കുമല്ലോ അവർക്ക് ഈ ടെൻഷൻ. അവർക്കെതിരെ എന്തെങ്കിലും പരാതി ഉണ്ടോ? പരാതി ഉണ്ടെങ്കിലല്ലേ മറുഭാഗത്തെ കേൾക്കേണ്ടതുള്ളൂ. അങ്ങനെ കേട്ടിട്ടില്ല എന്ന് പറയുന്നത് അങ്ങേയറ്റം അർത്ഥശൂന്യമായിട്ടുള്ള ഒരു വാദമാണ്. ഇത് റിപ്പോർട്ടിന്റെ കോടതി പറഞ്ഞതനുസരിച്ചുള്ള കാര്യങ്ങൾ പുറത്തുവിടുക, സർക്കാർ അതിനുള്ള ആർജവം കാണിക്കണം. ഒരു ആഴ്ചയിലെ ടൈം കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർ അപ്പീൽ പോകുന്നു തന്നെ പ്രതീക്ഷിക്കാം. പക്ഷേ ഹൈക്കോടതിയിൽ സർക്കാർ കൃത്യമായിട്ടുള്ള നിലപാടെടുത്തു, വനിതാ കമ്മീഷൻ ഇടപെട്ടു, WCC ഇംപ്ലീഡ് ചെയ്തു. എനിവേ ഇനിയെങ്കിലും സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തുവിട്ട് ഇതിന്റെ മേലുള്ള കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ നിയമനിർമ്മാണം നടത്തുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ നടപടികൾ സ്വീകരിക്കണം. അതാണ് എന്നെപ്പോലുള്ള ആളുകളുടെ ആവശ്യം. ടി വി മിനി, പക്ഷേ ഈ നിയമ പോരാട്ടം തുടരുമെന്ന് താങ്കൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. കാരണം ഇത് റിപ്പോർട്ട് പുറത്തു വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അവർ ഈ ഇപ്പോൾ കോടതിയിൽ പോയത് മാത്രമല്ല, കഴിഞ്ഞ 4 വർഷമായി ഈ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കുന്നതിന് കാരണമായിട്ട് ഒരു അണിയറ പ്രവർത്തനം നടത്തുന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ ഒരു സർക്കാരിന് ഇങ്ങനെ ഇത് പുറത്തു വിടാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ സർക്കാരിന് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ കറുത്ത കൈകൾ ഇപ്പോഴും ശക്തമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ. അപ്പോൾ കോടതി നടപടികളിലൂടെ ഇത് നീണ്ടുപോയാൽ അതിൻ്റെ ഫേവർ സർക്കാരിനും കിട്ടും. കാരണം സർക്കാരിന് അതിന്മേൽ അടയിരിക്കാം വീണ്ടും. മഞ്ജുഷേ, ഇത് സർക്കാരിന്റെ ഭാഗത്തിനോടുള്ള എന്റെ നിലപാട് ഞാൻ വ്യക്തമായി പറഞ്ഞല്ലോ. സർക്കാർ ഓരോ നിമിഷവും ഈ റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കുമ്പോൾ സർക്കാരിനുണ്ടാവുന്ന ഡാമേജ് സർക്കാരിനെ നയിക്കുന്ന ആളുകൾ തിരിച്ചറിയണം എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇനി അവരുടെ ഇഷ്ടം. പക്ഷേ നിയമ ഫൈറ്റ് നടക്കട്ടെ. അങ്ങനെ ചെയ്യുന്ന ആളുകൾ അത് ചെയ്യുക തന്നെ വേണം. ഒരിക്കലും പിന്തിരിഞ്ഞു പോകാൻ പാടില്ല. ഇത്രയും ഗ്യാപ്പ് വരാൻ പാടില്ല. WCC തന്നെ ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം. തീർച്ചയായിട്ടും ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ ട്രേഡ് യൂണിയൻ മേഖലയിലെ, വനിതാ മേഖലയിലെ മുഴുവൻ ആളുകളുടെ സപ്പോർട്ടുണ്ടാവും. മുന്നോട്ട് തന്നെ പോകണം. എനിക്ക് തോന്നുന്നു WCCയിൽ വരുന്ന നിരന്തരമായുള്ള നിരവധിയായിട്ടുള്ള പരാതികൾ അവർ തന്നെ ഇതൊക്കെ ഡീൽ ചെയ്യാൻ കഴിയാതെ വിഷമിക്കുന്നു. കാരണം അവരും ഭയങ്കര രീതിയിലുള്ള ടോർച്ചറിങ്ങിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. പൊതുസമൂഹം ഇത് കാണുന്നുണ്ട്. സ്ത്രീകളുടെ പക്ഷത്ത് നിൽക്കുമെന്ന് പറയാൻ നമുക്ക് കഴിയണമെങ്കിൽ സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള, സ്ത്രീകളുടെ വർക്കിംഗ് മേഖലയിൽ അവർക്ക് സുരക്ഷിതമായിട്ടുള്ള പ്രാഥമിക കാര്യങ്ങൾ, അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനുള്ള ജോലി മേഖലയിൽ അവർക്ക് സമാധാനപരമായും ഫ്രീഡത്തോടുകൂടിയും ജോലി ചെയ്യാൻ കഴിയുന്ന മിനിമം വേതനം കിട്ടുന്ന ഒരു സംവിധാനം സർക്കാർ ഉണ്ടാക്കണം. അത്രേ ഉള്ളൂ. ശരി. ആശാച്ചി ജോസഫ്, ഒറ്റ കാര്യം കൂടി ചർച്ച ചെയ്യാം. അത് താങ്കൾ വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് കാര്യങ്ങളെ സമീപിക്കുന്നത്. ഇതുവരെയുള്ള കാര്യങ്ങൾ മാറ്റിവെക്കൂ, ഇനി അങ്ങോട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെപ്പറ്റി ചിന്തിച്ചാൽ മതിയല്ലോ. കോടതിയിൽ നിന്ന് ഇപ്പോൾ തടസ്സമില്ലാത്ത സ്ഥിതിക്ക്, RTIയിൽ നിന്നും ക്ലിയറൻസ് കിട്ടിയ സ്ഥിതിക്ക് സർക്കാരിന് മുന്നിൽ തടസ്സമില്ല. ശരി, റിപ്പോർട്ട് പകുതിയായിട്ടെങ്കിലും പുറത്തുവിടുന്നതിന് സർക്കാരിന് മുന്നിൽ തടസ്സമില്ല. പക്ഷേ ഒരു വലിയ ശക്തി ഇതിന് പിന്നിലുണ്ട് എന്നുള്ള കാര്യം താങ്കൾക്ക് അറിയാവുന്നതാണല്ലോ. WCCയുടെ മേൽ എത്രമാത്രം സമ്മർദ്ദം ഇക്കാര്യത്തിൽ ഉണ്ടാകാറുള്ളതാണ് എന്ന്. അപ്പോൾ ആ ശക്തികൾ ഇനിയും ഉണ്ട് എന്ന കാര്യത്തിൽ WCCക്ക് ഒരു സംശയവുമില്ലല്ലോ, എത്രമാത്രം ആത്മവിശ്വാസം പുറമേ കാട്ടാൻ ശ്രമിച്ചാലും. മഞ്ജുഷ്, ഇത് നമ്മൾ ഒരു ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ WCC ഉണ്ടാവുന്നതിന് മുമ്പേ ഇവിടെയുള്ള ആൾക്കാർ, ഇൻഡസ്ട്രി എന്നുള്ള രീതിയിലുള്ള ആൾക്കാർ എല്ലാവരും ഇവിടെ ഉണ്ട്. ഇപ്പോൾ WCC വന്നു കഴിഞ്ഞിട്ടുണ്ടായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ കുറച്ചു നേരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ WCCയെ പോലെ ഇതിൽ വളരെയധികം കൃത്യമായ നിലപാടെടുക്കുന്ന പുതിയ തലമുറയിലുള്ള ആൾക്കാരുണ്ട്. പിന്നെ സിനിമ വർക്ക് ചെയ്യുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള കൾച്ചറൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവരെയൊക്കെയാണ് ഇതുവരെ WCCക്ക് കിട്ടിയിട്ടുള്ള പിന്തുണ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊതുജനത്തിന്റെ പിന്തുണയാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥമാണ്, സത്യസന്ധമാണ് എന്നുള്ള വിശ്വാസത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന വളരെയധികം ആൾക്കാർ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത് ഇങ്ങനെ ഈ ഫൈറ്റ് തുടർന്നുകൊണ്ട് പോകാൻ പറ്റുന്നത്. ഞങ്ങൾ യഥാർത്ഥത്തിൽ നമ്മൾ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും മുന്നോട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലുള്ള ആൾക്കാർ മാത്രമാണ്. നമുക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റണം, കൃത്യമായിട്ടുള്ള വരുമാനവും അതുപോലെ അതിനുള്ള സേവന വേതന വ്യവസ്ഥകളും വേണം. ഇത്രയൊക്കെ ചെറിയ ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ.
പക്ഷേ ആ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആ അവകാശങ്ങൾ നമുക്ക് മുന്നോട്ട് വെക്കാനായിട്ട് ഒരു സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ WCC ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മഞ്ജുഷനും നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, ഈ സ്പേസ് ഉണ്ടായത് കഴിഞ്ഞ ഇപ്പോൾ ഞങ്ങളുടെ സഹോദരിക്കുണ്ടായ ആ ഒരു വലിയ ഒരു പ്രശ്നങ്ങൾക്ക് ശേഷം നമ്മൾ മുന്നോട്ട് ധൈര്യമായിട്ട് വന്നതുകൊണ്ട് മാത്രം വളരെയധികം ആൾക്കാർ മുന്നോട്ട് വന്നുകൊണ്ടാണ് ഇപ്പൊ ഈ സ്പേസ് ഉണ്ടായിരിക്കുന്നത്. അത് ഞങ്ങൾ വളരെ നന്ദിയോടെയും സന്തോഷത്തോടെയും വളരെ വളരെ ഊർജ്ജസ്വലമായിട്ടും ഇതിൽ മുന്നോട്ട് വരുന്ന ആൾക്കാരുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ്. WCC മാത്രമല്ല, വളരെയധികം സ്ത്രീകളും പുരുഷന്മാരും മറ്റുള്ളവരും ഇവിടെ ഉണ്ടാവും, അത് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷെ ഞാൻ താങ്കൾ ഈ ആത്മവിശ്വാസം പറയുമ്പോഴും ഇത്രമാത്രം പിന്തുണ കിട്ടുന്നുണ്ട് മലയാള സിനിമാ മേഖലയിൽ നിന്ന് പറയുമ്പോഴും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായ മലയാളം സിനിമാ രംഗത്തെ പ്രബലമായ സംഘടന, അഭിനേതാക്കളുടെ സംഘടന, പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റ ആ സമയത്തൊരു ചോദ്യം ഉന്നയിച്ചതായിരുന്നു. ഒരു ചോദ്യം ഇതായിരുന്നു, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന്. അപ്പോൾ അതിൽ തുറന്നു പറയാൻ പുറത്തു വിടണം എന്ന് പറയുകയല്ല ഉണ്ടായത്. അവിടെ അത് പുറത്തു വിടുകയോ പുറത്തു വിടാതിരിക്കുകയോ ചെയ്യട്ടെ, അത് ഞങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യമല്ല, ഞങ്ങളൊന്നും ഇടപെട്ടിട്ടുള്ള കാര്യമല്ല എന്ന രീതിയിലാണ്. അങ്ങനെയുള്ള പിന്തുണയാണോ കിട്ടേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ മഞ്ജുഷേ, നമുക്ക് പിന്തുണ കിട്ടുന്ന ആൾക്കാരുണ്ട്, കിട്ടാത്ത സാഹചര്യങ്ങളുണ്ട്. നമ്മളത് സ്പേസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ് ഇത്. യഥാർത്ഥത്തിൽ നമുക്കറിയാലോ, ജെൻഡറിനെ കുറിച്ച് മനസ്സിലാക്കാൻ, ഒരു ജെൻഡർ ഇനിക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ അതിന് പ്രതികരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരുന്ന സ്ഥലത്ത് നിന്നും അഡ്വക്കേറ്റ് TB മിനിയെ പോലെയും ബാക്കി നമ്മളെ ഉള്ള സ്ത്രീകളൊക്കെ മുന്നോട്ട് വന്നിട്ട് നമുക്ക് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഒരു സ്പേസാണിത്. ഇത് പൂർണ്ണമായ ഒരു സ്പേസ് ആണെന്നോ എല്ലാവരും നമ്മളെ അംഗീകരിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്നോ നമ്മൾ അവകാശപ്പെടുന്നേയില്ല. നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുക, കിട്ടുന്ന അത്രയും കാര്യങ്ങൾ, നമ്മൾ എത്ര എതിർപ്പ് വന്നാലും ഈ കാര്യങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി, പുരുഷന്മാർക്ക് വേണ്ടി, യഥാർത്ഥത്തിൽ പുരുഷന്മാരും ഇതിൽ വളരെ ബുദ്ധിമുട്ടിലാണ്. കാരണം സ്ത്രീകളും പുരുഷന്മാരും മറ്റ് ജെൻഡേഴ്സും എല്ലാവരും ഈ പറയുന്ന സിനിമാ വ്യവസായത്തിൽ ഭാഗഭാക്കാകേണ്ടവരാണ്. അവർക്ക് മുന്നോട്ട് വരാനുള്ള സ്പേസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അത് നമ്മൾ അങ്ങനെ ശുഭാപ്തി വിശ്വാസം കൊണ്ടല്ല, ഇത് ഇങ്ങനെ തന്നെ വേണം എന്നുള്ള നിർബന്ധം കൊണ്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. അത് ഒരു കാരണവശാലും ആ നിർബന്ധം നമ്മൾ ഒഴിവാക്കില്ല, അങ്ങനെ തന്നെ നിൽക്കും. എന്തു വന്നാലും അങ്ങനെ തന്നെ നിൽക്കും. ശരി ശരി, നന്ദി ശ്രീമതി ആശ ജോസഫ്, ശ്രീമതി TB മിനി, ശ്രീ വിനു കിരിയത്ത്, ശ്രീ രാഹുൽ ഈശ്വർ പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്തതിന് എല്ലാവർക്കും നന്ദി. ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിച്ചം കാണാത്തതിൽ സംസ്ഥാന സർക്കാർ ഉത്തരവാദിയോ? അതെ എന്ന് 87% പ്രേക്ഷകർ, അല്ല എന്ന് 9%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി.